നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ ആദ്യം തന്നെ ഒത്തിരി ദൂരെന്ന് പാലക്കാട് മരുത റോഡ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മസേനയിലെ 38 ചേച്ചിമാരും കോർഡിനേറ്ററും സാറുമാരും എല്ലാം കൂടെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് സപ്പോർട്ട് തരാനും കൈയടിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഉഷാറായിട്ടിരിക്കും. നമ്മളെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടാ ആൻഡ് പ്രചോദേട്ടാ. ഓക്കെ, അപ്പൊ ഉഷാറായിട്ട് നമ്മുടെ തുടങ്ങിയാലേ തുടങ്ങാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മുടെ ഒരു അടിപൊളി ടീമിനെ വിളിക്കാൻ പോകണം. ശെൽവനുണ്ട്, മനോജ് ചേട്ടനുണ്ട്, അതേപോലെ ശ്രീജു. ലെറ്റ്സ് വെൽക്കം ഇവരെ 3 പേര്. ഇത് ഐറ്റം വേറെ. എന്റെ ദൈവമേ, എത്ര വർഷം വേനലായിട്ട് കിടന്നൊരു നാടായത്. അവസാനം ഒരു യാഗം നടത്തിയിട്ടാണെങ്കിലും മഴയൊന്ന് പെയ്ച്ചല്ലോ. എന്റെ പൊന്നു ഋഷിശൃംഗ, നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്. നാളെ തൊട്ട് പുല്ല് കുളിക്കണം. അത് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. എന്തൊരു മഴ ഭഗവാന്! ഇത് പെയ്യിപ്പിച്ചത് ഞാൻ. ഇത് നിർത്താനും പെടുന്ന പാട് ഭഗവാൻ. ഇത് എന്തിങ്ങനെ നിക്കുന്നത് ഈ മഴ? ഇതിങ്ങനെ ആ വൈശാലിയാണെങ്കിൽ കാണാനും ഇല്ല. ഇത് ആര് കടയുടെ ഫ്രണ്ട് കിടന്ന് പിറുപിറുത്തോണ്ട് വരുന്നത്? നാം ഋഷിശൃംഗൻ. ഒയ്യോ, അടിക്കല് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പേര് മാറ്റാം. ഉച്ചിമുടി എന്ന് വിളിച്ചാലും മതി. ഉച്ചിമുടി എന്ന് വിളിച്ചാലും മതി. അതല്ലെന്ന് പൊടി തൊടുത്തിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. മഹാനുഭവ, ഞങ്ങളുടെ വേനൽ മാറ്റി മഴ പെയ്ച്ചെന്ന മഹാനുഭവ, അങ്ങക്ക് കോടി പ്രണാമം. അടുത്ത സീങ്കട്ട ഏതാണ്? കൊട്ടാരമാണോ അതാ പൂങ്കാവനാണോ? അല്ല, ബാലയ സീനല്ലേ? ബാല കളിച്ചതല്ല. പിന്നെ നിങ്ങളെ കണ്ടതിൽ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, സ്കിറ്റിലുള്ള പറഞ്ഞാൽ മതി. കൈ നിട്ടാ പോവും, അറിയാം. പിന്നെ യാഗമൊക്കെ എങ്ങനെ പോയി? യാഗം എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഞാൻ നിർത്തി അങ്ങ് പൊരിച്ച്. അവസാനത്തെ എന്റെ ഒരു ചെയിൻ സോങ് ഉണ്ടായിരുന്നു. സിരിക്കി വെച്ചാ സിക്കാപ്പക്ക ബോൾ. ആ സമയത്ത് എന്റെ പൊന്നെ മഴ ചറപറ ഇഞ്ഞ് വീണ് 2 ആലിപ്പഴ എക്സ്ട്രാ ആയിട്ട്. എനിക്ക് വരാൻ പറ്റില്ലെന്നേ. ഭാര്യ മക്കളൊക്കെ വന്നു. എനിക്ക് വരാൻ പറ്റില്ല. എന്ത് പറ്റി വരാൻ പറ്റാത്ത? ഈ സ്ഥാപനം നമ്മൾ ഇങ്ങനെ തുറന്നിട്ടിട്ട് കള്ളന്മാരെന്തെങ്കിലും എടുത്തോണ്ട് പോകൂലേ? ശരിയാണ്, കള്ളന്മാര് ഈ വാഴയ്ക്കൊപ്പം വടയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 4 തലമുറയ്ക്ക് ജീവിക്കും. അല്ലേ? അതുകൊണ്ട് പാടാണ്. വരാത്ത എന്തായാലും നന്നായി. ഋഷിശൃംഗന് ഒരു ചായ വേണോ അതോ ചായ വേണോ? അല്ല, ചായ വേണോ. ഓ, അപ്പൊ ചായ മാത്രമേ ഉള്ള ഇവിടെ? ഇവിടെ എന്തോന്നിട്ട് അൽഫാം കിട്ടുമോ? കാട്ടില് നമ്മള് കലമാന്റെ പാലാണ് കുടിക്കാറ്. ഇവിടെ കലമാന്റെ പാല് കിട്ടൂല. കമലമ്മേരെ വീട്ടിൽ നിന്നാണ് പാല് കൊണ്ടുവരുന്നത്. വേണേ അത് വെച്ച് 1 ഗ്ലാസ് ചായ ഞാൻ ഇട്ട് തരാം. ഏതെങ്കിലും കലക്കിത്താ. ഓ പൊന്നേ, ആ വൈശാലി ആണെങ്കിൽ കാണാനും ഇല്ല. യാഗം നടത്തുന്നവരാ ചെയ്യ് മഴ പെയ്യ്ക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം വെച്ച് നിന്ന്. ഇത് കഴിഞ്ഞപ്പോ അവളെ കാര്യം നോക്കിപ്പോയി. കാട്ടിലൊക്കെ ഇങ്ങനെയാണോ? എന്ത് ഒറ്റയ്ക്കിരിക്കുമ്പോ കാലിൽ നോക്കി സംസാരിക്കുവോ? അതല്ലേ ഓരോ കാര്യങ്ങൾ പറഞ്ഞതേ. നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയാം. ചായ കുടി. പിന്നെ ഇവിടെ എങ്ങും ആരെയും കാണാനില്ല, തിരക്കില്ലല്ലേ കടയില്? കടയിൽ പൊതുവെ ഇപ്പൊ ആളൊന്നും വരാറില്ല. എല്ലാവർക്കും അങ്ങ് പരാതി. എന്താ പരാതി? എനിക്ക് വൃത്തിയില്ല പോലും. പിടിച്ചേ. വൃത്തിയില്ലായ്മയ്ക്കുള്ള 1ാം സമ്മാനം ഇരിക്കട്ടെ. അങ്ങോട്ട് മാറ്റി. അതൊക്കെ പോട്ട്. ഇതൊക്കെ എന്ത് കറങ്ങി തിരിഞ്ഞ് എന്റെ കടയിലോട്ട് വന്നത്? വൈശാലി എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന്. അറിയാലോ? അറിയാം. ഈ വൈശാലി എന്നെ അവിടെ വന്ന് വിളിച്ചോണ്ട് നേരെ യാഗത്തിന് കൊണ്ടുവന്ന് യാഗം നടത്തുന്നത് വരെ ഭയങ്കര കാര്യം. കമ്മിറ്റിക്കാരെല്ലാം നിന്നിട്ട് യാഗം ചെയ്യും, മഴയില്ല, യാഗം ചെയ്യും, ഇങ്ങനെ പറഞ്ഞോണ്ട് നിന്ന്. ഞാൻ ഈ മഴ പെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പം ഈ വൈശാലിയും കാണാനില്ല, കമ്മിറ്റിക്കാരെയും കാണാനില്ല. 2 കരിമ്പും തണ്ടും 4 ബലൂണും മാത്രം യാഗശാലയിൽ. ഞാൻ പിന്നെ എങ്ങനെ ഇനി കാട്ടിലേക്ക് പോകും? നീ കാട്ടിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്? അപ്പൊ ഈ വന്ന വഴിക്ക് വഴി നോക്കി വെക്കണമായിരുന്നു തിരിച്ചു പോകാനുള്ളത്. ഞാൻ വന്നത് ആരെ പിറകെന്നറിയാവോ? വൈശാലിയുടെ പിറകെയാണ്. മാമൻ പിറകെ ഒന്ന് നടന്നു നോക്കണം. തിക്കട വിടും. എന്റെ പൊന്നേ, ഞാൻ മലനിരകളൊക്കെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പുപ്പന്താടി പറഞ്ഞു വരൂലേ, അതുപോലെയാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. എനിക്ക് അറിയാൻ പറ്റാതായി പോയി. ഋഷിശൃംഗന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മയില്ല. അയ്യോ, അമ്മയില്ലേ? അമ്മ അതായത് എന്നെ ഒരു മാൻ പെറ്റതാണ്. അപ്പം നിങ്ങളാണോ മാൻപറ്റ അപ്പമാഷ്? അയ്യോ, അതല്ല, എന്നെ ഒരു മാനാണ് പ്രസവിച്ചതെന്ന്. അതൊക്കെ ചുമ്മാ. അച്ഛനെ പിടിച്ച് നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്ത് ആളെ കിട്ടും. ആണല്ലേ? അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ അങ്ങനെ കിട്ടും. പക്ഷെ അച്ഛനെ സമയത്ത് കിട്ടില്ല. അതെന്ത്? അച്ഛന് ജോലി തിരക്ക്. അച്ഛനെന്തോ ജോലി? അച്ഛൻ ഈ തപസിന്റെ അംബാസിഡർ അല്ലേ? ഒരു ലോഡ് തപസൊക്കെ ഹോൾസെയിലായിട്ട് എടുത്തോണ്ട് വന്നിട്ട് പുള്ളി ഒറ്റക്കാലിൽ ഒറ്റ നിപ്പാണ്. എന്നിട്ട് തപസ് ചെയ്യും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അച്ഛനെ വെച്ചുള്ള സഹവാസം വിട്ടിട്ട് കുറച്ച് കൂട്ടുകാരായിട്ട് കൂടി നടന്നാ പോരെ? കൂട്ടുകാരുണ്ട്. ആര്? മാനും മയിലും ഒക്കെ അല്ല എന്റെ കൂട്ടുകാർ. അവരുമായിട്ടാ ഞാൻ കളിക്കുന്നത്. അവരുമായിട്ട് എന്ത് കളിയാ കളിക്കുന്നേ? പബ്ജി.
കാട്ടില് മാനുമായിട്ട് എന്ത് കളി കളിക്കാന്? കിടന്ന് ഓടും ചാടും അതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ചായ തന്നതിന് നന്ദിയുണ്ട്. ഞാനെന്നാ അങ്ങോട്ട് പൊക്കോട്ടെ. ഇന്ന് മമ്മൂട്ടി കളിക്കാതെ എന്റെ ചായയുടെ പൈസ പൈസ കാട്ടിൽ ചായ കുടിച്ചാ പൈസ ഒന്നും കൊടുക്കൂല, പ്ലാവല പറക്കേ കൊടുക്കൂ. നിന്റെ പ്ലാവല വാങ്ങിച്ചാ ഞാനാണ് നിന്റെ മുട്ടനാണ്. അല്ലെന്ന് എനിക്ക് അങ്ങനെ ശീലമില്ല. ശീലമില്ലെന്ന് പറഞ്ഞ കാര്യത്തില്ല, എനിക്ക് എന്റെ ചായയുടെ പൈസ കിട്ടണം. പൈസ ഇല്ല, എന്റെ പൈസ ഇല്ല. ഇതൊന്ന് പോയി വെള്ളം എടുത്തോണ്ട് വേടാ. ഈ മഴ മൊത്തം പെയ്യിപ്പിച്ചിട്ട് ഞാൻ ഒരു കുടം വെള്ളം കോരാൻ വേണ്ടി താഴെ പോകണമെന്നാ. പോയി വെള്ളം എടുത്തോണ്ട് വേടാ. യാഗവും കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ വരുന്ന വഴിയാണ്. ഞാൻ ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാണ്. നിനക്ക് വെള്ളം എടുക്കാൻ പറ്റുമോ അതോ ഞാൻ നിന്നെ ചവിട്ടി ഇറക്കണോ ഇവിടുന്ന്? ഞാൻ പോയിട്ട് വരാം. പോയിട്ട് അങ്ങോട്ട്. ഋഷ്യശൃംഗോ ഋഷ്യശൃംഗോ നാക്കേലും കയറി കടിച്ച്. കാട്ടിലാണെങ്കിൽ ഒറ്റ വിളി വിളിച്ചാൽ മതി, എക്കോ അടിച്ചങ്ങ് പോയേനായിരുന്നു. നാട്ടിൽ വന്ന് വിളിച്ച് തൊണ്ട കീറി കൊരവള്ളി ഇപ്പൊ പൊട്ടിയേനായിരുന്നു. ഋഷ്യശൃംഗോ ആരാ? നാമിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അയ്യോ, ദേവന്റെ മിമിക്രി എനിക്ക് കാണണ്ട. അത് മിമിക്രി അല്ല, പിന്നെ ഈ നാമെന്ന് വെച്ചാലേ വടക്കം പോയി ലഭിക്കുന്ന ആള്. അയ്യോ, ഇത് വടക്കം പോലെ അല്ല, പിന്നെന്താ? ഇതെന്റെ ജാടയാണ്. ഒരു പരിചയമില്ലാത്ത എന്റെ അടുത്ത് നീ എന്തിനാ ജാട കാണിക്കുന്നത്? ജാടയല്ല, ഇതെന്റെ ജടയാണെന്ന്. ഇതൊക്കെ വെട്ടിക്കളഞ്ഞൂടെ? ഇത് വെട്ടിക്കളഞ്ഞത് ജടയാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ അടുത്തത് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ല ആരാ അത്. ഞാൻ ഋഷ്യശൃംഗന്റെ അച്ഛൻ. ഒയ്യോ, എന്റെ സമയം കൊള്ളാം. വരുന്നത് മൊത്തം സെലിബ്രേറ്റ് ചെയ്ത്. പിന്നെ അടിക്കുന്നത് ഞാൻ പൊടി അടിച്ച് കളഞ്ഞില്ലേ? അങ്ങനെ നിവ അടിക്കാൻ മല നിറങ്ങി വന്നതാ. ഇരുന്നോ ഇരുന്നോ. ഈ ചെറുക്കൻ എന്നോട് പറയാതെ ഏതോ പെണ്ണ് പറഞ്ഞ് മഴ പെയ്ക്കണം എന്ന് പറഞ്ഞ് ചാടിക്കെറിഞ്ഞു പോന്നു. ആ കാട്ടിൽ കിടന്നുള്ള പണിയെല്ലാം ഞാൻ ചെയ്യേണ്ട ഗതികേടാന്ന്. മാന് പുളിയരി വേവിച്ചു കൊടുക്കണം, സിംഹത്തിന്റെ കൃതാവ് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്നും അവൻ കഴുകുന്ന എന്റെ കിണ്ടി വരെ ഞാനിപ്പോ സ്വന്തമായിട്ട് കഴുകേണ്ട ഗതികേടാ. അതൊക്കെ മോശമല്ലേ? എന്തുവാ സ്വന്തം മോനെ കൊണ്ടുപോണ കിണ്ടി കഴിക്കുന്നത്? അവൻ കഴുകി കഴിഞ്ഞാൽ വല്ലാണ്ട് വെട്ടി തിളങ്ങും. പിന്നെ ഞാൻ ഈ പെണ്ണുങ്ങളെ കാണിക്കാതെ ആ ചെറുക്കനെ വളർത്തിയത്. അതെന്താ പെണ്ണുങ്ങളെ കാണിച്ചാല്? ഇത് പെണ്ണുങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ വഴി പഠിച്ചു പോകുമെന്ന്. വഴി പഠിച്ചു പോകുന്നുണ്ട്, അത്ര ഉറപ്പ്? അവൻ എന്റെ മകനല്ലേ? ആ കൊള്ളാം. ഒരു ചായ എടുക്കാമോ? നിനക്ക് തന്നെ എടുത്താ പൊങ്ങത്തില്ലയോ? അതല്ലെന്ന്, ഒരു ചായ എടുക്കട്ടെ എന്ന്. ആ, ഒരു ചായ എടുക്കാൻ. അതെന്താ അടുപ്പിലൂതിയത്? ആ, ചാരം പറന്നുകൊണ്ട് ഇത് രക്ഷപ്പെട്ടു. പെട്ടെന്ന് ചായ എടുത്താ. അടുപ്പം കൂട്ടണോ? അടുപ്പം കൂട്ടിക്കോ. മധുരം കൂട്ടണോ? മധുരം കൂട്ടിക്കോ. പാല് കൂട്ടണോ? പാല് കൂട്ടിക്കോ, പക്ഷെ കണക്ക് മാത്രം കൂട്ടല്ലേ. പിടിച്ചേ ആ, കിണ്ണം ചായ. നിങ്ങളുടെ ചെറുക്കൻ ഏട്ടാ അച്ഛൻ അച്ഛാ ഇങ്ങോട്ട് വേടാ. എടാ, ഈ മന്ത്രം പഠിപ്പിച്ച് ഉള്ള സംസ്കൃതത്തിന്റെ എനിക്കറിയാത്ത സംഭവങ്ങളെല്ലാം നിന്നെ പഠിപ്പിച്ച് തന്നത് കണ്ടോന്റെ ചായക്കട വന്ന് വെള്ളം കോരാനാന്നോടാ. അടിക്കരുത് അടിക്കരുത് അച്ഛാ, അടിക്കരുത് അടിക്കല്ലോ. അടിക്കരുത് അടിക്കരുത്. യാഗം കഴിഞ്ഞ് പെണ്ണുങ്ങളൊക്കെ വരുന്നതാ. അടിക്കരുത്, അടുത്ത് അടിക്കരുത്. വൈശാലിയുടെ കൂട്ടുകാരൊക്കെ വരുന്നതാ. ആ വൈശാലിയെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു, കണ്ടില്ല. പെട്ടെന്നുള്ള തിരക്കില് അടിച്ചോ 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 അടിച്ചോ. ഓക്കെ, നീ ഒരു പെണ്ണ് വിളിച്ചപ്പോ അവിടെ പുറകെ കയറി വന്നിട്ടാടാ. അച്ഛാ, ഞാനായണ്ട അവളുടെ പിറകെ ഇങ്ങനെ നടന്നേ വന്നോളാന്. അച്ഛനായിരുന്നെങ്കിൽ എങ്ങനെ വരുമായിരുന്നറിയാവോ? ഒരു ഓട്ടോ വിളിച്ചിട്ട് തല വെളിയിട്ട് ഇങ്ങനെ വന്നാൻ അവളെ പിറകെ. എടാ, ഞാൻ നിന്നെ പെണ്ണുങ്ങളെ കാണിക്കാതെ വളർത്തിയല്ലേ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം? ഞാൻ ഏതെങ്കിലും അവള് വരെ വീട്ടിൽ വിളിച്ചു വരുത്തിയാ നിനക്ക് കണ്ടാ തിരിച്ചറിയില്ലല്ലോ. അല്ല, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വന്നായിരുന്നല്ലോ, ഒരു സ്വാമി. നീളം ഒരു സൈഡും 4 ചുവന്ന പൊട്ടും. മാത്രമല്ല, നടന്നു പോയപ്പോ ഒരു കുണുക്കം ഉണ്ടായിരുന്നു. അച്ഛനെ പറ്റി അനാവശ്യം പറയില്ല. അച്ഛനെ സംശയിക്കില്ലേ? അച്ഛൻ മര്യാദയ്ക്ക് എന്നോട് കാട്ടിലോട്ട് വരാൻ നോക്ക്. അച്ഛൻ വന്നേ. ഞാൻ വൈശാലി ഇല്ലാതെ എനിക്ക് വരാൻ പറ്റത്തില്ല. എനിക്ക് അത്ര ഇഷ്ടമാണ് അച്ഛാ. എടാ, വിശ്വാമിശ്രം പറയാ എന്നോട് പറഞ്ഞു, നിന്നെ പറഞ്ഞു ഉപദേശിക്കാൻ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നുണ്ട്. ആരാ പറഞ്ഞേ? വിശ്വാമിശ്ര മഹർഷി. ഈ പുള്ളി വേറൊരു മേനക്ക് വന്ന് നൃത്തം ചെയ്യപ്പോ എടുത്താൽ ഓടിയ ആളല്ലേ? ഈ പുള്ളിയാണ് എന്നെ ഉപദേശിക്കാൻ നിൽക്കുന്നത്. എടാ, നീ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ വരത്തില്ല, ഞാൻ വരത്തില്ല. വരാനാ പറഞ്ഞത്? ഞാൻ വരത്തില്ല. എടാ, എന്റെ പുറകെ വരാൻ. അച്ഛൻ മുമ്പേ ആടാ. അതാ എന്റെ പുറകെ പറഞ്ഞ, ഞാൻ നിന്റെ പുറകെ വരാം. നമുക്കേ ആശ്രമത്തിൽ ചെന്നട്ടെ. എങ്ങോട്ട് പോവാ നീ? അല്ല, ഞാൻ വരാന്ന്. ഒരു യാത്രയെങ്കിലും പറഞ്ഞിട്ട് വരട്ടെ അച്ഛാ. പൊട്ടി ഞാൻ കൊല്ലും നിന്നെ. മര്യാദയ്ക്ക് എന്റെ പുറകെ വാടാ. നടക്കച്ചേ. അവിടെ ചെന്നിട്ട് വേണം മറ്റേ സംഭവങ്ങളെല്ലാം ചെയ്തിട്ടേ എല്ലാ കാര്യങ്ങളും. എന്റെ പുറകെ വരാനെ കൊണ്ടെന്ന്. ഇല്ല, എനിക്ക് വരാൻ പറ്റത്തില്ല അച്ഛാ. എനിക്ക് വൈശാലി അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. നീ ഇനി വൈശാലി ഓർക്കാൻ പാടില്ല. എന്ത്? നീ ഇനി വൈശാലി ഓർക്കാതിരിക്കാൻ വേണ്ടി എന്റെ ഒരു ട്രിക്ക് ഉണ്ട്. എന്ത്? നീ എല്ലാം മറന്നു പോട്ടെ. ഞാൻ രക്ഷപ്പെട്ട്. എന്ത്? ഇനി അച്ഛൻ പറയുമല്ലോ ക്ലൈമാക്സ്. ക്ലൈമാക്സ് ഞാനും മറന്നുപോയി. വെള്ളം തീർന്ന ഇഷ്ടപ്പെട്ടില്ലേ?
അപ്പൊ ഇനി ക്ലൈമാക്സ് ഞാൻ പറയുന്നു. എടാ ക്ലൈമാക്സ് ഇല്ലെങ്കിൽ നെഞ്ചും മിരിച്ചിന് ആണുങ്ങളെ പോലെ ക്ലൈമാക്സ് ഇല്ലെന്ന് പറയണം. അല്ലാതെ ഒരു വൃത്തിയായിട്ട് പരിപാടി കാണിക്കരുത് കേട്ടോ ദുഷ്ടന്മാരെ. സെൽവ, മനോജ്, ശ്രീജു അടിപൊളിയാണ്, ഗംഭീരമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. ഈ അടുത്ത കാലത്ത് കണ്ടതിലേക്ക് ഏറ്റവും നല്ല ക്ലൈമാക്സ് ആണ്. ഒരു ക്ലൈമാക്സ് എങ്ങനെ അവസാനിപ്പിക്കുക എന്നുള്ളത് ആ ക്ലൈമാക്സ് തീം വെച്ച് വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളത്. അതിന് ഉഗ്രം കൈയ്യടി നിങ്ങൾക്ക് തരണം. ആദ്യം നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ശ്രീജു മനോജും സെൽവനുമായിട്ടുള്ള ആദ്യത്തൊരു കോമ്പിനേഷനാണ് തോന്നുന്നല്ലേ? ശ്രീജു നല്ല രസമായിട്ട് നിങ്ങൾ ചെയ്തു കേട്ടോ. നിങ്ങൾ ഏൽപ്പിച്ച ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്തു. ആ തുടക്കം നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ രസമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു 4-5 ഒരു കൗണ്ടറുകൾക്ക് മാത്രം, അത് നിങ്ങൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്, കൗണ്ടർ സ്ക്രിപ്റ്റ് ഇല്ലാതെ അടിച്ചാൽ ചിലപ്പോൾ ചീറ്റി പോകുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ലെജിബിൾ ആക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കോംബോ അടിപൊളിയാണ്. ഇനി നിങ്ങളുടെ ഗ്രേഡ് ഇതുപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു ചേട്ടാ. ചേട്ടാ അപ്പം സെൽവൻ, മനോജ്, ശ്രീജു നന്നായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. ടോട്ടാലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺസെപ്റ്റ് തന്നെ വളരെ രസമുണ്ട്. കാരണം ഒരു ഋഷ്യസിംഗനൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സെൽവൻ്റെ ഒക്കെ ഒരു പ്രത്യേകത, ഒരു സ്കിറ്റ് ചെയ്യാൻ വരികയാണെന്ന് പോലും തോന്നുന്നില്ല. ഒരു വളരെ കൂളായിട്ടൊക്കെയാണ് കയറി വരുന്നത്. ഇത് ചുമ്മാ ഒരാൾ കയറി വരുന്നു, വന്നപ്പോൾ മുതൽ തമാശകൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുന്നു, നമ്മൾ ചിരിക്കുന്നു. ചിലപ്പോൾ ഒരു ഭയങ്കര ദൈവാനുഗ്രഹമാണ് കേട്ടോ അത്. പിന്നെ ശ്രീജുവിൻ്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള 2 പേരാണ് സെൽവനും മനോജും എന്ന് പറഞ്ഞാൽ. അവരോടൊപ്പം നിന്ന് നന്നായിട്ട് ശ്രീജു ഒന്ന് പെർഫോം ചെയ്തു. ശ്രീജു എവിടെയാണ്, സ്ഥലം എവിടെയാണ്? നെടുമങ്ങാടാണ്. എന്താണ് എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിലോട്ട് വരാനുള്ള ഒരു എക്സ്പീരിയൻസ്? സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. മിമിക്രി തന്നെയാണ്. നല്ല ആർട്ടിസ്റ്റ് ആണ്. ഒരു വർഷം നാടകവും ചെയ്തു. ഒരു വർഷം വെരി ഗുഡ്. സെൽവൻ പറഞ്ഞായിരുന്നു ശ്രീജു വന്നത് ഈ വൈശാലിയുടെ സ്കിറ്റാന്ന് പറഞ്ഞപ്പം ശ്രീജു ഒരുപാട് പ്രതീക്ഷയിലാണ് വന്നത്. വൈശാലി ഉണ്ടാവും വിചാരിച്ചു. വൈശാലി ഇല്ല എന്നുള്ളത് ഇവിടെ വന്നു പറഞ്ഞു. അതിന്റെ ഒരു ടെൻഷൻ, അതിനാണ് ഒരു മുഖത്തൊരു വിഷമം മോനെ. കണ്ടാക്കൊള്ളാം. താല്പര്യമുണ്ട്. ജീവയാണ് എൻ്റെ ആള്. ജീവയോട് ചോദിച്ചു. മനോജ് ഇവിടെ വന്ന് ഞങ്ങളെ ഗംഭീരമായിട്ട് ചിരിപ്പിച്ച് പോവാന്നുള്ളതല്ല. മനോജിന്റെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്ന് പറയോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ ഭാര്യ ശ്രീജ. ഒരു മകനേ ഉള്ളൂ, അദ്വൈത് കൃഷ്ണ. ഏത് ക്ലാസ്സിലാണ്? 8ാം ക്ലാസ്സിൽ പഠിക്കും. 8ാം ക്ലാസ്സിൽ. അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി അല്ലേ? മനോജിന്റെ ആക്ച്വലി എന്താണ്? മനോജ് മിമിക്രി ആർട്ടിസ്റ്റ് ആണോ? അത് പ്രൊഫഷൻ എന്താണ് ശരിക്കും? എന്താണ് മനോജ്? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂൾ കലാപ്രതിഭയായിരുന്നു. ഓ, പിന്നെ നമ്മുടെ അഖില കേരള ബാലജനസഖ്യം കലാപ്രതിഭയൊക്കെ ആയിരുന്നു. നാടകങ്ങൾ എഴുതുമായിരുന്നു. ഇതൊരു തപസ്സായിട്ട് അങ്ങ് എടുത്തിരിക്കുക. അങ്ങനെ നാടകം അഭിനയം ഉണ്ടായിരുന്നു, എഴുത്തും ഉണ്ടായിരുന്നു. സ്കൂൾ നാടകങ്ങൾ എഴുതി കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ അന്നത്തെ കാലത്തൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ കുറച്ചാളെ ജീവിത പ്രാരാബ്ദം കാരണം ഒരു 14-13 കൊല്ലം ബോംബെയിൽ ജീവിക്കേണ്ടി വന്നു. ബോംബെയിൽ എന്തായിരുന്നു? ബോംബെയിൽ പിന്നെ മാരുതിയുടെ മാനുഫാക്ചർ ലിമിറ്റഡിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഓ, അത് ശരിയായി. ശരി. അങ്ങനെ പിന്നെ നാട്ടിൽ വന്ന് കല്യാണമൊക്കെ കഴിച്ച് പിന്നെ ജോലി, അതിൻ്റെ കൂടെ ഇങ്ങനെ മിമിക്സ്, സ്റ്റേജ് ഷോ അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പൊ ദൈവം അനുഗ്രഹിച്ച അടിപൊളി ഹാപ്പിയാണ്. സെൽവന്റെ കാര്യം കൂടെ നമുക്കൊന്നും അറിയണ്ടേ? വീട്ടിൽ ആരൊക്കെയാണ്? വൈഫ്, മക്കള്? അപ്പൻ, അമ്മ, വൈഫ്, മോൻ. വൈഫിന്റെ പേരെന്താണ്? ആതിര എന്നാണ്. ആതിരാണ്. അപ്പൻ ഷൺമുഖൻ ആചാരി എന്ന് പറയും. ഓക്കെ. അമ്മ സരോജം. മക്കള്? ഒരാള് അതിരച്ച്, വീട്ടിൽ കാശി എന്ന് വിളിക്കും. കാശി ഏത് ക്ലാസ്സിലാണ്? കാശി 3 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. കാര്യം ഇതിപ്പോ നമ്മളെല്ലാം ഇവിടെ അല്ലേ, നമ്മളെല്ലാവരും ഫാമിലി പോലെയാണ്. അപ്പൊ നമ്മൾ പുറത്ത് ചെല്ലുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത്. ഇന്ന ആൾക്കാരുടെ കുടുംബത്തെ കുറിച്ച് ചോദിക്കണം, ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഫാമിലിയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നൊക്കെ പേഴ്സണലായിട്ട് പറയുന്നതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ചോദിക്കുന്നത്. എല്ലാ വീട്ടുകാരെയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകം അന്വേഷണങ്ങൾ അറിയിക്കുക. സ്കിറ്റ് മനോഹരമായിരുന്നു. ഇനിയും ഇതിലും ഗംഭീരമായിട്ടുള്ള സ്കിറ്റുകളായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. നസീർക്ക, നിങ്ങളെടുത്ത സബ്ജക്റ്റ് നല്ല രസമുള്ളതാണ്. അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇന്ന് കാണിച്ച ഈ ഒരു അബദ്ധം ഇനിയും കാണിക്കാതിരിക്കുക. അതായത് ക്ലൈമാക്സ് ഇല്ലാതെ വരുമ്പം ഇത്രയും നന്നായിട്ട് ചെയ്യാമെങ്കിൽ അതുകൂടി ഒന്ന് നന്നാക്കി എടുക്കണം. കാര്യം എല്ലാവർക്കും അതൊരു ശീലമായി പോകും. അവസാനം വരുമ്പോൾ സാധനം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്ന് നോക്കി ഇങ്ങോട്ടൊന്ന് നോക്കി. അതാണ് ഉദ്ദേശം. പക്ഷെ ഇത് ഭയങ്കര രസമായിരുന്നു. നമ്മൾ ആരും ചിന്തിച്ചില്ല ഇത്. അതും സെൽവന്റെ ഒക്കെ മുഖത്ത് അതിന്റെ ചിരി ഉണ്ടായിരുന്നു. എന്തായിരിക്കും പറയുന്നത് പറഞ്ഞത് ഇനി കിണ്ടിയില വെള്ളമായിട്ട് വരണ്ടെന്നാണ്. മൊത്തത്തിലും വെച്ച് നോക്കുമ്പം അടിപൊളിയായിരുന്നു. ഇനിയും ഇതേപോലുള്ള നല്ല നല്ല ത്രെഡുകൾ, നല്ല നല്ല കോമഡികൾ, നല്ല നല്ല കൗണ്ടറുകളായിട്ട് വീണ്ടും ഇങ്ങോട്ട് വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പൊ നമുക്ക് ആ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ ഷാജൻ ചേട്ടാ, എത്ര? ഞാൻ ഇവർക്കൊരു 15 മാർക്ക് കൊടുക്കും. 15,000 രൂപ. ഓക്കെ നസീർക്ക, പിന്നെ എന്തിനാ കുറയ്ക്കുന്നേ? 15 ഞാനും കൊടുത്തു. ടോട്ടൽ 30,000 രൂപ. നല്ല ഖനത്തിൽ. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 50,000
രൂപ. അടിപൊളി. ഇവരൊക്കെ പറഞ്ഞ പോലെ പുതിയ പുതിയ വെറൈറ്റി കോണ്ടന്റുകളായിട്ട് വരൂ, ചിരിപ്പിക്കൂ, കാശ് വാങ്ങിച്ചോണ്ട് പോകൂ, ഫാമിലി എല്ലാവരും അന്വേഷിച്ചു പറയണം. ഓക്കെ, താങ്ക് യു. ഒരു 10 രൂപ പൈസയിലേക്ക് കൊടുത്തേക്കണേ. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെയുടെ ഉഗ്രൻ ടീമാണ് വരാൻ പോകുന്നത്. ആരാണ്? നമ്മുടെ പത്തനംതിട്ട റാന്നിക്കാര്. ഇത് ഐറ്റം വേറെ. അളിയ ഞാൻ പറയുന്നത് നീ കേക്ക്. എടാ ഇവിടുത്തെ സാറെന്ന് പറയുന്നതേ പട്ടാളത്തിലായിരുന്നു, ഇപ്പം പെൻഷൻ പറ്റി, ഇപ്പം പുതിയൊരു പരിപാടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക, സംഗീത കച്ചേരി. എന്തോ ചെയ്യാനാന്നറിയോ അളിയ, ഞാൻ പെട്ടുപോയതാളിയോ. ഞാൻ ഒരു പാട്ട് പഠിച്ചതൊന്നും അല്ലടാ, ഞാൻ പട്ടാളത്തിലല്ലായിരുന്നു. ഒരു വേറെ ഒരു കാര്യം, ഞാൻ അമ്മാവൻ മരിച്ചുപോയി. ഞാൻ ഭയങ്കര ഭാഗവതരായിരുന്നു പുള്ളി അങ്ങ് മരിച്ചുപോയി. പുള്ളിയുടെ പാത ഇപ്പം പിന്തുടരുക. പിന്നൊരു കാര്യം, എടാ ഞാനിവിടെ ആരാന്നറിയാമോ? ഞാനിവിടുത്തെ മൃദംഗിസ്റ്റ്. തകഴി പുള്ളിയാന്ന്, പിന്നെ ചത്തങ്കേരി ഞാനായിരിക്കും. എടാ ജോസേ, ഇത്ര നേരം എന്തെടുക്കുമായിരുന്നു? രാവിലെ വരെ ഞാൻ പറഞ്ഞാണോ? ഞാൻ മൃദംഗത്തിന് ചോറിടാൻ പോയേക്കുവല്ലായിരുന്നോ മാഷേ? അപ്പൊ നിനക്കും ചോറ് തരണം, നിന്റെ മൃദംഗത്തിന് ഞാൻ ചോറ് തരണം, അല്ലയോ? അപ്പൊ അതിന് മൃദംഗത്തിന് ചോറിടണ്ട എന്ന് പറഞ്ഞാൽ എന്തുവാ? ലേണ്ട ഇത് നോക്ക, ലേണ്ട ഇതാണ് കറുത്ത വട്ടം കണ്ടോ? ഇതാ മൃദംഗത്തിന്റെ ചോറ്. ഓഹോ, എന്തോ നോക്കുവാ? അത് ചോറാണ്, ഇവിടെ കറി കാണുമല്ലോ. ചുമ്മാ നിങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതൊന്നും അല്ല, ഇത് എന്റെ ചോറായിപ്പോ. അതൊക്കെ വിട്. നാളെ പ്രോഗ്രാം ഉള്ള കാര്യം നിനക്കറിയാലോ? എനിക്കറിയാം. അപ്പം പ്രോഗ്രാം അടിച്ചു പൊളിക്കണം, ഞാൻ ലിസ്റ്റ് തരാം, അത് നോക്കി പാടാനൊക്കെ കൂടെ നിന്നേക്കണം. ഇത് പിടിച്ചേ. ഇത് ഇത്രയും പാട്ട് ഇന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്തേ പറ്റും. നാളത്തെ ഒരു കീർത്തനം ഞാൻ അങ്ങോട്ട് പാടും. അപ്പൊ നീ ഷാപ്പ് അടിക്കണം. ഷാപ്പ് അടിക്കുമല്ലോ, ഷാപ്പിൽ ചെന്നിരുന്ന് അടിക്കുമല്ലോ. ഇത് ആറ്റുന്ന കാര്യമല്ല, പിന്നെ ഇത് ആറ്റണം നീ. അയ്യോ, അത് ചാപ്പ് അടിക്കാന്ന് പറയും. അത് അടിക്കണം നീ. അതടിച്ചോളാം. തുടങ്ങട്ടെ? തുടങ്ങിക്കോ. പ്രണവ സ്വരൂപ വക്രതുണ്ടം, പ്രണവ സ്വരൂപ വക്രതുണ്ടം, പ്രണവ സ്വരൂപ വക്രതൊണ്ട. വക്രതൊണ്ടയോ? തൊണ്ട പൊട്ടിയിടാ. നീ എന്തോ പറയുന്നത്? ഇങ്ങനെ പാടാൻ തൊണ്ട പൊട്ടത്തില്ലയോ? ആദ്യത്തെ 2 ലൈൻ എന്ത്? അത് പെണ്ണുമ്പളെ അങ്ങ് പൊക്കി, അതേ പിന്നെ ഞാൻ അങ്ങ് നിർത്തി. അവളെ ഭർത്താക്കന്മാർ എന്നെ തേടി നടക്കുക, അതുകൊണ്ട് ഞാൻ ഇപ്പം പട്ടാളത്തിൽ കൊണ്ട് ഈ തോക്കും കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ പണ്ടത്തെ ലൈനല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ഈ പാട്ടിന് 2 ലൈൻ ഉണ്ടല്ലോ. ആദ്യം ഞാൻ പാടാത്ത വഴിയും പൊക്കിക്കൊണ്ട് വരുവാണ്. മാഷ് പാടിയതെല്ലാം സൂപ്പറായി എടുത്തു വെച്ചോ. ഞാൻ എന്തിനാന്നറിയ ഇതും കൊണ്ട് നടക്കുന്നത് അറിയാവോ? എന്തിനാ? ഞാൻ കച്ചേരിക്ക് പാടാൻ പോകുമ്പം പുറത്ത് നിന്ന് ഏതെങ്കിലും ഒരുത്തം കൂവിയ ഞാൻ പൊട്ടിക്കുവേ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഒന്നും അല്ല. കാരണം ചിലന്തി പോലെ വരെ പിടിച്ച് എടുത്ത് കിടക്കുവാനത്. ആഹാ, സിന്ധുവേ 13. അറിയാം, ഉഷയുടെ വീടിന്റെ പാലുകാച്ചല്ലയോ? ഉച്ചയുടെ വീടിന്റെ പാലുകാച്ചല്ല, 13ാമത്തെ ഓടിപ്പോ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. പൊന്നു മാഷേ, നിങ്ങൾ ഇത് തുടങ്ങുന്നു. 12 മണിയാകുമ്പോ ഇവിടുന്ന് മാറിയിരിക്കണം. അതെന്തിനാ? നട്ടിച്ചു വെയിൽ ഉറക്റ്റ് നമ്മുടെ ഉച്ചിൽ വന്ന് അടിക്കും. വയ്യ, ഞാൻ ആരോ വന്നിട്ടുണ്ടല്ലോ, പോയി നോക്കിട്ട് വന്നേ. പെട്ടെന്ന് ആട്ടെ. പക്ഷേ നമസ്കാരം. നമസ്കാരം. കയറുക. നമസ്കാരമുണ്ട്. നമ്മുടെ ഈ കുഞ്ഞു ഭാഗവതരുടെ വീട്. കുഞ്ഞു ഭാഗവതായിരുന്നു. പിന്നെ വളർന്നു വലിയ മുറ്റേ അങ്ങ് മരിച്ചുപോയി. സത്യം പറഞ്ഞ കുഞ്ഞുണ്ണി ഭാഗവതനാ പുള്ളിക്കാരൻ മരിച്ചുപോയി. ഞാനൊരു കച്ചേരി ബുക്ക് ചെയ്യാൻ വന്നതാ. മനസ്സിലായോ? അപ്പൊ ആ ഭാഗവതരുണ്ടെങ്കിൽ ഞങ്ങളെ ക്ഷേത്രത്തിലേക്ക് ബുക്ക് ചെയ്യാൻ ഞാൻ വന്നത്. പുള്ളിയില്ലല്ലോ, മരിച്ചുപോയി. പോകാൻ വരട്ടെ. എന്റെ പൊന്നു ഭാഷ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന്. ഇവിടെ ഇരിക്കുന്നത് ഇത് കണ്ടോ? പുള്ളിയുടെ അനന്തരവനാ. പുള്ളി പാടുവോന്ന്? എന്നാ പാട്ടാന്ന് അറിയാമോ പുള്ളി? ഇങ്ങോട്ട് കേറി വാ മാഷേ. ഒരാള് കാണാൻ വന്നു. വരിക, ഇരിക്കുക. നമസ്കാരം. നമസ്കാരം. ഞാൻ വന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നല്ലൊരു കച്ചേരി പ്രാവശ്യം ഞങ്ങൾ വെക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ പക്കം സംഗതികളെല്ലാം ഉണ്ടല്ലോ, എല്ലാ സൈറ്റും ഇവിടെ ഉണ്ട്. ആരാ നിർബന്ധം മൃദംഗം ായിരിക്കുന്നവൻ ജോസാണ്. ആണോ? മറ്റേ ഇങ്ങനെ ഇതുണ്ടോ? മുഖർശങ്ക്. മുറുകൻ പാമ്പ്. വേണ്ട, പരിപാടി ചീറ്റും. അതല്ലെന്ന് പറഞ്ഞു പറ. അത് മുഖർശങ്ക് എന്ന് പറയും. അത് വായിക്കാൻ നമ്മുടെ സതീഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വരും. അത് ശരി. അപ്പം കടവുണ്ടോ? കടവുണ്ടോന്നോ? മൂത്ത നമ്മളെ നേഴ്സിംഗിന് പഠിപ്പിക്കാൻ പറ്റുന്ന 2 ലക്ഷം രൂപ കടവുണ്ട്. ഇല്ലടാ, ആ കടവല്ല, നീ മണ്ണ് കൊണ്ടോണ്ട് കടവില്ലേ? മംഗലം. മംഗലം. അതുണ്ട്. കടത്തിന്റെ ആളിപ്പം വരും. എവിടെ പോവാ? 2 എണ്ണം കൂടെ കടത്തിന്റെ ആൾക്കാർ ഇപ്പം വരും. അതല്ലെന്ന് മറ്റേ വായിക്കുന്ന കടത്തിന് രമേശ് ഇപ്പം വരുമെന്നാ.
നിങ്ങൾ നാട്ടിൽ കടമുണ്ടോ? ഇല്ല. നിങ്ങൾ എന്തിനാ ഓടുന്നത്? നിങ്ങൾ ഇരി. കടക്കാരെന്ന് കേട്ട ആരാ പേടിക്കാത്ത? പറയാനാണ്. കൊഞ്ചിറ ആരാ? എന്റെ പെങ്ങളെ കടിച്ചിട്ടുണ്ട്. എന്റെ അതിനെ അറിയാമോ കൊഞ്ചിറയുള്ളേ? അതല്ല നമ്മളെ കൊട്ടുന്നേ ഗഞ്ചറ. ആ അതുണ്ടോ? ആ പിന്നെ അതില്ലായിരിക്കുമോ? ആ അപ്പൊ സംഗതികളെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ നമ്മൾ കമ്മിറ്റിക്കാർ എന്നെ കൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വായിക്കാം. ആദ്യം കയറി പാടുന്ന പാട്ട് ഏതാ? പുള്ളി വേദി കയറി കഴിഞ്ഞാൽ എല്ലാ പാട്ടും ആദ്യം കയറി അങ്ങ് പാടുക. അയ്യോ വെപ്രാളം കയറി പാടുന്നല്ല, ഫസ്റ്റിലെ പാടുന്ന പാട്ട്. വാതാമ്പി അടിക്കുന്നുണ്ടോ? വാതാമ്പി പാടും. ശ്രീവിനായകൻ പാടുവോ? അവൻ പാടുവോന്ന് എനിക്കറിയില്ല. അവന്റെ അനിയൻ കല്ലുമണിക്ക് പോകുന്നവൻ സൂപ്പർ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വന്ന സ്ഥലം മാറി. ശ്രീവിനായകൻ കീർത്തനവില്ലി അത് പാടുവോന്ന് എന്റെ ഫേവറേറ്റ് അതല്ലയോ, ഞാൻ അത് പാടും. അത് എന്നാ പാട്ടാന്നറിയാം. നിങ്ങൾ വലിയ പാട്ടുകാരനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എവിടെ നേരം പട്ടം കിട്ടിയിട്ടുണ്ടോന്ന്? രാജസ്ഥാനില് അല്ല, തഞ്ചാവൂരിന്നല്ലേ? രാജസ്ഥാനിന്ന്. തഞ്ചാവൂരിൽ രാജസ്ഥാനിന്ന്. അത് ഞാൻ സമ്മതിക്കത്തില്ല. നീ എവിടെ പോയപ്പോഴാ നെല്ലിമരത്തിൽ കയറിയത്? അത് രാജസ്ഥാനിൽ. ആന്നേ, രാജസ്ഥാനിൽ നിന്ന് പട്ടം കിട്ടി. അവിടെ ചെന്നപ്പോ കാണാൻ നെല്ലിമരത്തിന്റെ മണ്ടൽ ഒരു പട്ടം പൊട്ടിയിരിക്കുന്നു. ഞാൻ ജോസിനെ കയറ്റി അങ്ങ് എടുപ്പിച്ച് അവൻ എടുത്ത് ഉടനെ ഫോട്ടോ എടുത്തിട്ട് ആന്ധ്ര നേഴ്സിംഗ് പഠിക്കുന്ന എന്റെ മോക്ക അയച്ചു കൊടുത്ത്. ഇവള് കാണിച്ച പണി കാണണോ? ഇത് എടുത്ത് അങ്ങ് ഫേസ്ബുക്ക് കാണിക്കല, അയാളെ ലൈക്ക് അടിക്കും, മാറ്റി വെക്കും. ഞാൻ പരിപാടി ബുക്ക് ചെയ്യത്തില്ല, ഞാൻ പറഞ്ഞ കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് പരിപാടി ബുക്ക് ചെയ്യുന്നു. സത്യം നിങ്ങളാന്നോ പാട്ടുകാരൻ? എനിക്ക് ഡൗട്ട് കൊണ്ട് ചോദിക്കും. യഥാർത്ഥി പാട്ടുകാരൻ എന്റെ അമ്മാവനായിരുന്നു. 6 മാസം മുമ്പ് മരിച്ചു പോയില്ലേ? ആ എന്തുവാ കിടപ്പായിരുന്നോ? വയ്യായിരുന്നോ? ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. അവൻ എന്തിനാ മരിക്കാൻ പോയേ? അത് ശരിയാണല്ലോ. മാമന് പെട്ടെന്ന് മരിക്കേണ്ട ഒരു ആവശ്യം വന്നു, മാമൻ അങ്ങ് മരിച്ചു. കാര്യങ്ങളെ ചെയ്യാൻ പറ്റും. ഞാൻ ചോദിച്ചു, ആവശ്യമില്ലാതെ ഒരു മാമൻ മരിക്കേണ്ട കാര്യമില്ലാതെ ഞാൻ ചോദിക്കുന്നത്. പരിപാടി ബുക്ക്. ഡേറ്റ് ഫെബ്രുവരി 15. ഫെബ്രുവരി 15 എന്ന് പറയുമ്പോ മാർച്ച് 28 ക്രിസ്മസിന്റെ തലേ ദിവസം, വിഷു ആന്ന്. അപ്പൊ ന്യൂന്റെ അന്ന് പ്രോഗ്രാം ഓക്കെ ആയി. അപ്പൊ നീ എഴുതി വെക്ക്, ഓണത്തിനും പരിപാടി ബുക്കിംഗ് ആണ്. അതൊന്ന് കുറിച്ചേ. ഞാൻ പറഞ്ഞ ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തുവാ പറഞ്ഞത്? ഫെബ്രുവരി 15 തീയതിയാന്ന് പരിപാടി. ഈ ഒരു വർഷത്തെ പരിപാടി മൊത്തം ബുക്ക്. അപ്പൊ ഞാൻ പറയാം. പിന്നെ ഫ്ലെക്സ് വെക്കുന്നുണ്ട്. ഫ്ലെക്സ് വെക്കുന്നുണ്ടെങ്കിലേ ആ കൊട്ടുന്നവന്റെ കൈ മാത്രം വെച്ചാൽ മതി. എന്നിട്ട് എന്റെ മെയിൻ തല. അപ്പൊ അവന്റെ കൈയും ഇവിടെ വരുമ്പോ മീൻ തലയല്ല, മെയിൻ തല. എന്റെ തല മെയിനായിട്ട് വെക്കണം. മെയിനായിട്ടുള്ള തല, കൈ മാത്രം. ഓക്കെ, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. സ്ഥലം പറയാം. അത് ഇരട്ടി വരണം. അതെന്താ പകൽ വെളിച്ചത്തിൽ വന്ന് ഞങ്ങൾ വന്ന പരിപാടി ചെയ്യാൻ പറ്റത്തില്ല? അയ്യോ, കണ്ണൂർ സ്ഥലം ഇരുട്ടി. കണ്ണൂരാ പ്രോഗ്രാം, ഇരുട്ടുന്ന സ്ഥലത്താ പ്രോഗ്രാം. സ്ഥലവാ. അല്ലാതെ നിങ്ങൾ പകല് വരുന്ന നിങ്ങൾ ആരും അവിടെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഞങ്ങളുടെ പരിപാടിക്ക് മുന്നേ വേറെ പരിപാടി വല്ലതും ഉണ്ടോ? ഉണ്ട്. ചാട്ടം തുള്ളല്, ഓട്ടം തുള്ളല്. കഴിഞ്ഞിട്ടാണോ? അത് കഴിഞ്ഞ് പിന്നെ ഗാനമേളയൊക്കെ ഉണ്ട് കേട്ടോ. പ്രോഗ്രാം ഓഡിറ്റോറിയത്തിലാണോ? അയ്യോ, അത് സ്റ്റേജിലല്ലേ? സ്റ്റേജിൽ എത്ര അടി വേണം? സ്റ്റേജിൽ എത്ര അടി വേണോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ, കഴിഞ്ഞ വട്ടം ഞാൻ നിന്നുകൊണ്ട് ഈ പ്രാവശ്യം നമ്മളോട് വീതിച്ചു കൊള്ളണം. എനിക്ക് വയ്യ എന്നാ തന്നെ നടുവും പുറമൊന്നും അലക്കാൻ എനിക്ക് വയ്യ. ഈ 2 അടി വെച്ച് തന്നോ? അപ്പൊ 2-4 അടി മതി സ്റ്റേജില്. സ്റ്റേജിന്റെ കണക്കാണോ? പേടിച്ചു പോയോ? നീ പേടിച്ചോടാ. സ്റ്റേജിന്റെ കണക്കാ. വലിയ സ്റ്റേജാണോ? ഞാൻ ഓടി നടത്തി ഞാൻ പാടുമല്ലോ. അല്ല, വേറെ എന്തോ ചർച്ച നടന്നോളൂ. എനിക്കൊരു ഡൗട്ട് തോന്നി. ഇല്ല. ഞാൻ വേറെ സംശയങ്ങളുണ്ടേ. നിങ്ങൾ ഇത്രയും വലിയ പാട്ടുകാരാന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, മകൻ പാടുവോ? ആയില്യം പാടുവോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ രോഹിണിക്കാരൻ. അതല്ല മാഷെ, പുള്ളിയുടെ മകൻ പാടുവോ? മകൻ സൂപ്പർ പാട്ടാണോ? സൂപ്പർ പാട്ടല്ല. 3 മാസമാ പുള്ളി വെളിയിൽ ഇറങ്ങാൻ. അറിയാമായിരുന്നു. എന്തുവാന്ന് ചോദിച്ചാ, മകനെ സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങി. പുള്ളി നേരിട്ട് പറഞ്ഞു, മോനെ നിന്റെ ശ്രുതി ശരിയല്ലെന്ന്. ഇത് കേട്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി ശ്രുതിയുടെ തന്തയുടെ അവൻ പറയാ, എന്റെ അപ്പം പറഞ്ഞ ശ്രുതി ശരിയല്ലെന്ന്. അങ്ങനെ എന്നെ വെട്ടാൻ നടക്കുമല്ലായിരുന്നു. 3 മാസം ഞാൻ പുറത്തിറങ്ങിയില്ല. ഇത് ഒറ്റ ഒരുത്തം കാരണം. അപ്പൊ മകനെ കൊണ്ടും രക്ഷയില്ല. ഒരു രക്ഷയില്ല. ഒരു കാര്യം ചെയ്യ്, വന്ന സ്ഥിതിക്ക് പാട്ട് അങ്ങോട്ട് പാടും. അതെ, പാടുവോ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അതൊന്ന് കേൾക്കണം. ഞങ്ങൾ ഇവിടെ റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് കേക്കട്ടെ. സ്വീകട്ടെ. ഹരിമുരളീരെ പോകുന്നേ. ഹരിമുരളീരാവം ഹരിത വൃന്ദാവനം മഴയേറിരാതെ നിന്നെ തേടി. എന്ത് പറ്റിയ? പുള്ളി കൈ നീട്ട് പാടിയതാ. ആണോ? അതെന്താ പറ്റിയതാ? കൈ നീട്ട് പോയ. ഇപ്പൊ എന്താ ഈ അവസ്ഥയിലാണ് പല സ്ഥലത്തുനിന്ന് ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഞാനങ്ങനെ ഒരു പരിപാടി അവിടെ ചെന്ന് ബുക്ക് ചെയ്ത് ഞാനിത് അവിടെ ചെന്ന് കമ്മിറ്റിക്കാട് പറയാൻ പറ്റുമോ? ഈ പുള്ളി പാടി കുറെ കഴിയുമ്പോ ഈ നാക്കില്ലേ, മേലെണ്ണാക്കിൽ അങ്ങ് ഒട്ടിയിരിക്കും, താഴോട്ട് വരത്തില്ല.
ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനാ രക്ഷിക്കുന്നത്. ഇതിനി എന്നെണ്ണിക്കും? ഇനി ഇതാണ് നോക്കണ്ട, ഒരു 3-4 ദിവസത്തേക്ക് നോക്കണ്ട. എടുത്തോണ്ടാ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പൊ എന്തുവാന്ന് ചോദിച്ചാൽ ഞാൻ പാടും അത്യാവശ്യം. എവിടെ ഒരു നല്ല നേർച്ച പറഞ്ഞിട്ട് പൊക്കണം കേട്ടോ. നിങ്ങൾ പാടുവോ? അപ്പൊ എങ്ങനെ രക്ഷപ്പെടും? നിങ്ങളാണ് പാടുന്നത്? പിന്നെ ഞാൻ പാടും, പക്ഷെ ഇത് വായിക്കുന്ന കാര്യം അത് ആളില്ല. തൽക്കാലം ഞാൻ ചെയ്യാം. ചെയ്യോ? അങ്ങനെ വായിക്കോ ഇത്? അങ്ങനെ ഈ പരിപാടി നമുക്ക് രണ്ടുകൂടെ ചെയ്യാം. അത് മതി. 3-ാം പക്കം വരെ ഇതോടെ കിടക്കട്ടെ. അതേ നോക്കട്ടെ. ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ മാഷ് ഇങ്ങോട്ട് വാ, ഞാൻ അവിടോട്ട് പോവാ. അനക്കരുത് അത്. വരഗജവദനം അനന്വയചരിതോ വരഗജവദനം അനന്വയചരിതോ കരുണാരസസിതോൽഫലനയനം വരഗജവദനം അനന്വയചരിതോ കരുണാരസസിതോൽഫലനയനം കലിമലരഹിതം കലിമലരഹിതം സുരജിണമുഖിതം കലിമലരഹിതം സുരഗണമുദിതം വ്യാസനാരദാദിപൂജിത പാദം ശ്രീവിനായകം നാമാമ്യകോ ദയാനീനം ഭൂരവപദശ്രീ. ആണിക്കോളി. ഇത്രേ ഉള്ളൂ. അപ്പൊ ഡേറ്റ് എന്നാന്നാ പറഞ്ഞേ? ഡേറ്റോ? എനിക്ക് നിങ്ങളുടെ ഒരു ഡേറ്റും വേണ്ട. ഞങ്ങൾ രണ്ടും നടത്തിക്കോളാം. ജോസേ, മങ്കുഴി ജോസ്. ഈ സംഗീത കച്ചേരിക്ക് ഒരു നല്ല കൈഡി. പാട്ടും മൃദംഗവും അടിപൊളിയായിരുന്നു കേട്ടോ. ഷാജു ചേട്ടാ, നന്നായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു മ്യൂസിക്കൽ സ്കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. വളരെ ഒരു മ്യൂസിക് എല്ലാം കൂടെ നിറച്ചിട്ട് നിങ്ങളുടെ 3 പേരുടെയും കഴിവുകൾ അതിലൂടെ കാണാൻ പറ്റി. പ്രത്യേകിച്ച് ഹരിയുടെ മൃദംഗം ഗംഭീരമായിരുന്നു. ഗംഭീരമായിരുന്നു. നമ്മൾ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്തില്ല. അടിപൊളിയായിരുന്നു. അത് പിന്നെ സുഹിത്ത് പിന്നെ നല്ലൊരു ഗായകനാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ രാജേഷേ, സ്കിറ്റുകൾ ഈ പറഞ്ഞ ഇന്നത്തെ സ്കിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് സന്തോഷം. നമ്മൾ ഓരോ തവണ നിങ്ങൾ വരുമ്പം പറയുന്നതാണ്, ഒരുപാട് പേര് നിങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പ്രചോദ് വന്നപ്പോൾ തന്നെ പറയായിരുന്നു, അവരുടെ പ്രോഗ്രാം ചോദിച്ച് കുറേ പേര് വിളിക്കുന്നുണ്ട്, എങ്ങനെ നമ്പർ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ സുഭാഷിന് നമ്പർ കൊടുക്കുക. എന്നെയും വിളിച്ച് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നൊക്കെയുള്ള പ്രോഗ്രാം ഏജൻറ്റുമാരൊക്കെ വിളിക്കുന്നുണ്ട്. നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഗംഭീരമായിട്ട് പോയി ചെയ്യണം. കാര്യം നിങ്ങൾ ഇനി എവിടെ ചെന്നാലും നിങ്ങൾ അറിയുന്നത് ഇത് ഐറ്റം വേറെയുടെ ടീമായിട്ടാണ്. മനസ്സിലായല്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ വളർച്ചയിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, ഈ വേദിയിൽ നിങ്ങൾ വന്ന് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടല്ലോ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് നിന്ന്. തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഒരു ഓഡിയൻസിനോട് പറയാനുള്ളത്? ഇപ്പോഴ് പൊതുജനങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് വരുമ്പോൾ ബിഹേവ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അതിലെല്ലാം ഈ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ വേദിയാണ്. എല്ലാവരും നന്നായിട്ട് ഞങ്ങളെ പ്രോത്സാഹനം ചെയ്യുന്നുണ്ട്. അത് തന്നെ വലിയൊരു ഭാഗ്യം. അപ്പം നല്ലപോലെ റിഹേഴ്സൽ ചെയ്യുക, നല്ല സ്കിറ്റുകൾ ഉണ്ടാക്കുക, നല്ല കൗണ്ടറുകൾ ഉണ്ടാക്കുക. അങ്ങനെ പുതിയ കൗണ്ടറുകൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് നിങ്ങൾ ഈ ലെവലിൽ ഇപ്പോൾ എത്തിയത്. അപ്പോൾ ഇതേതായാലും നമുക്ക് നേരത്തെ കിട്ടിയ ഒരു ചിരിയുടെ ചെറിയൊരു കുറവ് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ നല്ല കണ്ടൻറ്റാണ്, നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ട് കേട്ടിരിക്കാനും ഒക്കെ പറ്റും. പക്ഷേ ചിരി കുറച്ചുകൂടെയൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ. രാജേഷേ, ഹരി, സുജിത്ത്, കഴിഞ്ഞ സ്കിറ്റിന് എനിക്ക് കൈയ്യടി തരാൻ പറ്റില്ല. അതുകൊണ്ട് എഴുന്നേറ്റ് വന്നൊരു കൈയ്യടി നിങ്ങൾക്ക് ആദ്യം തന്നെ തരികയാണ്. സ്കൂൾ സ്കിറ്റിനുള്ള കൈയ്യടിയാണ്. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഓരോ കൗണ്ടറിനും ഓരോ റീൽസ് ഉണ്ടാകുന്നതും ചരിത്രത്തിൽ ഒരുപാട് റീൽസ്. കാര്യം ഷാജോന്റെ ചിരിയൊക്കെ വൈറലാണ്. നസീർക്കയുടെ ഒക്കെ കമന്റ്, ഒരിക്കലും ചിരിക്കാത്ത സംക്രാന്തി നസീറിന്റെ സെക്കൻഡുകൾക്കുള്ള ചിരി കണ്ടോ. കാര്യം ഇതൊക്കെ ഒരു വാർത്തയാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സ്കിറ്റ് ഒന്ന് നേരിട്ട് കാണണം. പക്ഷെ എന്തായാലും ആ ചിരിയുടെ ഒരു കണക്കുണ്ട് പ്രചോദേട്ടാ. 45 സെക്കൻഡ് അല്ലേ? 43 സെക്കൻഡിൽ 44 ചിരി. അത് ശരി, അങ്ങനെയാണ്. അതെ, ശരിയാണ്. കാര്യം അതൊരു വലിയ നേട്ടം തന്നെയാണ്. നന്നായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോയി എന്നുള്ള തെളിവാണ്. അപ്പോൾ ഇനിയും ഗംഭീരമായിട്ട് മുമ്പോട്ട് പോയിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. അപ്പം ഈ സ്കിറ്റിന് നസീർക്ക? ഞാനൊരു 11 മാർക്ക്. 11,000 രൂപ. ഞാൻ ഒരു 10 മാർക്ക്. 10. അപ്പോൾ ടോട്ടൽ 21.
21,000 രൂപ ബാക്കി ഞാൻ കുറച്ചധികം ദാ അവിടെ കിടക്കും. 40,000 രൂപ. അടിപൊളി. അപ്പോൾ ഗംഭീര സ്കിറ്റായിട്ട് അടുത്ത പ്രാവശ്യം വരിക. നിങ്ങൾ വരുന്ന പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും വനജ ടീച്ചറേയും കാത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം അടുത്ത ഐറ്റം ആയിട്ട് റെഡി ആയിരിക്കുന്നു. ലെറ്റ്സ് വെൽക്കം ഷജീർ, ദീപ്തി ആൻഡ് ചിത്തഞ്ജൻ. ആഹാ, ഐറ്റം വേറെ. കളഹംസം നീന്തും രാവിൽ കനവൊന്നായി തീരും നാളിൽ കതിരായി നിഴലായി കളിയൂ ഞാനാടാമോ. എന്റെ ദൈവമേ, ഇന്നലെ എൻ്റെ ആദ്യ രാത്രിയായിരുന്നു. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും, ആകെ ചമ്മി നാറുമല്ല. ഞാൻ കുഞ്ഞിലുള്ള ശീലമായിരുന്നു ബെഡിൽ മുള്ളുന്ന ശീലം. ഇത് ഞാൻ ജനിച്ച് വളർന്നപ്പോൾ എൻ്റെ കൂടെ ആ ശീലം അങ്ങ് വളർന്നു. ഇന്നലെയും ഞാൻ ബെഡി മുള്ളി. എന്തോ ഒരു ഭാഗ്യത്തിന് അവളത് അറിഞ്ഞിട്ടില്ല. അവൾ വരുന്നതിന് മുമ്പ് ഈ ബെഡ്ഷീറ്റ് മടക്കണം. ബെഡ്ഷീറ്റ് മാത്രം മടക്കിയിട്ട് കാര്യമല്ലോ, ഈ ബെഡും മടക്കണം. അതിനു മുമ്പ് റൂം ഫ്രഷർ വെച്ചിട്ട് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തേക്കാം. അരിയിട്ടില്ല മോളെ, പുട്ടുംകടല ഉണ്ടാക്കുന്ന എന്തടി? അതല്ലമ്മ, ഞാൻ ഹരിയേട്ടനെ വിളിച്ചതാ. അരി അവൻ റൂമിൽ അങ്ങനെ കാണാൻ ബെഡ് വല്ല മടക്കി വെക്കുമായിരിക്കും, പാവം ചെക്കൻ. ബെഡ് മടക്കണോ ഹരിയേട്ടാ? എന്താണത്? എന്താണ്? എന്താ കയ്യില്? ഒന്നുമില്ല കയ്യില്. ഒന്നുമില്ലെന്ന്. ഞാനേ ഈ ബെഡ് മടക്കിയിരുന്നു. ബെഡ് കാലിൽ മടക്കോ? പായൊക്കെ അല്ലേ മടക്കണം? എന്റെ വീട്ടിൽ ഞാൻ പായ മടക്കും, ബെഡ് മടക്കും, വേണ്ടി വന്ന കട്ടിൽ വരെ മടക്കും. ആ സിറ്റുവേഷനിൽ നിൽക്കുകയാണ് ഞാനിപ്പോ. അതല്ലെന്ന്, എന്റെ ബെഡൊക്കെ ഞാൻ മടക്കിക്കോളാം, എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, ഒരു ഒറ്റപ്പുരാടന്മാരുടെ സ്വഭാവം കാണിക്കരുത്. എന്റെ ചൊല്ലി ഞാൻ മടക്കി. ഒരു കാര്യം പറയട്ടെ, ഇന്നലെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്തേ നിന്റെ കയ്യിൽ വന്നൊരു പയ്യൻ പിടിച്ചിട്ടില്ലേ? കരയുണ്ടായിരുന്നല്ലേ? ഏതാണ് പയ്യൻ? എന്റെ കൂട്ടുകാരൻ മനുവാണ്. കൂട്ടുകാരൻ മനു എന്തിനാണ് നിന്റെ കയ്യിൽ പിടിക്കണത്? എന്റെ കൂടെ എട്ടിപ്പിടിച്ച മനുവാണ്. അപ്പൊ നിന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ്? കെട്ടിപ്പിടിച്ചെന്നല്ല, എന്റെ കൂടെ 8ാം ക്ലാസ്സിൽ പഠിച്ച മനു എന്റെ ബെസ്റ്റിയാണ്. ബെസ്റ്റിയാണ്? ബെസ്റ്റി ആകുമ്പോ കുഴപ്പമില്ല, അവർക്ക് സിറ്റ് ഔട്ട് വഴി വരാം, അടുക്കള വഴി വരാം, ബെഡ്റൂമിൽ വരാം. ബെസ്റ്റ് അല്ലേ? ഷീറ്റ് മടക്കട്ടെ. വെള്ളമായി വെള്ളം. എന്റെ അച്ചു, ഇന്നലെ രാത്രി എന്തോ ഉറക്കായിരുന്നു. ഉറക്കത്തിൽ നല്ല മഴ പെയ്തിട്ടില്ല, ഓട് പൊട്ടി വെള്ളം വീണാണ്. ഞാൻ അറിഞ്ഞില്ല. അല്ല, വാർത്ത വീട്ടിൽ എവിടുന്ന ഓട്? ശരിയത് വാർത്ത വീട് അറിഞ്ഞല്ലേ? ഞാൻ അച്ഛൻ്റെ അടുത്ത് അന്നേ പറഞ്ഞാണ് ഓട് വീട് വേണ്ട, ഓട് വീട് വേണ്ടാന്ന്. ഈ അച്ഛന് വല്ല കാര്യം ഉണ്ടായിരുന്ന? അച്ചു, ഞാനൊരു കാര്യം പറഞ്ഞാ നീ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ല പൊന്നെ, പറ. കുഞ്ഞിലെ ബെഡി മുള്ളുവായിരുന്നു. അതിപ്പോ ഞങ്ങളുടെ വീട്ടിലെ പട്ടിമുള്ളൂന്ന്. പട്ടിമുള്ളൂന്നല്ല, ഞാൻ കുഞ്ഞിലെ ബെഡി മുള്ളുവായിരുന്നു. അപ്പൊ ചേട്ടൻ ഇന്നലെ ചറപറാന്ന് മുള്ളി. ഇല്ല, ഞാൻ നെഞ്ചത്തടിച്ചിട്ട് കറിയാ. അയ്യോ, എന്റെ കെട്ടിയ പെട്ടില് മുള്ളി, എന്റെ കെട്ടിയ പെട്ടില്. ആരോടും പറയല്ലേ, എനിക്ക് നാണക്കേടാണ്, മനസ്സിലായ? ഇങ്ങോട്ട് വന്നേ. എന്താണ്? ഞാൻ ആരോടെങ്കിലും അല്ലെങ്കിൽ തന്നെ എനിക്കിതൊക്കെ ആരോടെങ്കിലും പറയാൻ കൊള്ളാമോ? പറയാൻ കൊള്ളൂല. അല്ലെങ്കിൽ തന്നെ എനിക്ക് പറയാൻ പറ്റാ. എന്റെ കെട്ടിയ പെട്ടില് മുള്ളിയാട്ട, എന്റെ കെട്ടിയ പെട്ടില് മുള്ളിയാട്ട. ഇതേ മുടക്കില്ല, കുഞ്ഞമ്മ എങ്ങനെ അറിഞ്ഞ തീർന്ന്. അച്ഛന്റെ കല്യാണ ചക്കൻ പെട്ടി മുള്ളിയാണ്, അച്ഛന്റെ കല്യാണ ചക്കൻ പെട്ടി മുള്ളി. ആടെ മുഴുവനും ബെഡിമുള്ളി പറയല, കേൾക്കുമ്പോ എന്തോ പോലെ എനിക്ക് തോന്നുന്നു. വിഷമിക്കണ്ട, ഞാൻ ഇനി അങ്ങനെ വിളിക്കൂല. ഞാൻ BM എന്ന് വിളിച്ചോളാം. BM? ആ, പെട്ടിമുള്ളി ഷോർട്ട് ആക്കിട്ട്. അത് കുഴപ്പമില്ല, നമുക്ക് കേൾക്കാനൊരു സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്. എന്റെ ഫോൺ ബെല്ലടിച്ച ഫോണാണ് അത് എടുക്കത്. ഹലോ, അച്ഛ എവിടെ എത്തി? ഞങ്ങള് ഇന്ന് അടുക്കള കാണാൻ വരും കേട്ടോടാ. എപ്പോഴാ അച്ഛ വന്നത്? ഞങ്ങൾ അലമാര മേടിക്കാൻ നിൽക്കുന്നു. അയ്യോ അച്ഛ, അലമാര മേടിക്കണ്ട. എന്തോ അച്ഛ, എനിക്ക് പകരം ഒരു ലോഡ് സ്നാക്കി മതി. നീ ഫോൺ കട്ടിയത് നീ ഇത് ആരോടും പറയുന്നത് കൊണ്ട് ഇപ്പൊ അച്ഛനെ വിളിച്ച് പറയണോ? ഞാൻ അച്ഛനോട് പറയൂല പൊന്നെ. ഇതുണ്ടല്ലോ, ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ ടെൻഷൻ അടിച്ച് ജീവിക്കണം. ഇത് നീ ആരോടെങ്കിലും പറയുന്നു വിചാരിച്ചിട്ട്. എന്തിനാ ചേട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കണത്? ഇതിനൊക്കെ കാരണവന്മാർ എന്തൊക്കെ പോകുമ്പോഴേ കണ്ടു വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഏതെങ്കിലും പിള്ളേരും മുള്ളുമ്പോ അവര് കിടക്കണ ബെഡിന്റെ പഴടിയിൽ കുറച്ച് നെൽമണി വന്നു, അപ്പൊ അത് മാറും. അതൊന്ന് പൊക്കി നോക്കിക്കേ. ഇതെന്താ
ചേട്ടാ പുഞ്ചവയൽ പാടോ? അങ്ങനെ മുള്ളാണ്ടിരിക്കാൻ വേണ്ടിട്ട് അമ്മ നെൽമണിട്ടാണ് ഇപ്പൊ അത് കൊയ്യാനായി. കൊയ്യാത്തത്? കൊയ്ത്തുകാര് വരണ്ടേ? പിന്നെ അച്ചു എന്നെ നാണം കെടുത്തരുത്, ആരോടും പറയല്ലേ ഏട്ടാ. അറിയൂല. ഇവിടെ വേണ്ട, ഞാൻ നിന്നോളാം. ശരിയാ, നിക്കണ നല്ലത്. പിന്നെ അച്ചു ഞാൻ പല്ലേച്ചിട്ടില്ലായിരുന്നു. ഉമ്മ തേക്കാത്ത പല്ലൊന്നും എനിക്ക് വേണ്ട ചേട്ടാ. ഉമ്മ തേക്കാത്ത പല്ല? പല്ലേക്കാത്ത ഉമ്മയൊന്നും എനിക്ക് വേണ്ട. അയ്യോ, ഞാൻ ഉമ്മ തരാനല്ല, പല്ലേച്ചില്ലായിരുന്നു. അപ്പൊ പേസ്റ്റ് ഒന്ന് എടുത്ത് തരാവാ. ചേട്ടാ കല്യാണത്തിന് ഒരുങ്ങണതിന്റെ ഇടയിൽ ഇവിടെ ചേട്ടാ പല്ല് തേക്കാൻ നേരം. ഒന്നുമില്ല, അതൊക്കെ വിടിങ്ങ് വന്നേ. എന്താണ് നമ്മുടെ കല്യാണത്തിന്റെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുപോലൊരു എന്റെ ചിറ്റപ്പനുണ്ടാക്കിയ സദ്യയാണ്. നാരങ്ങക്കാര് അടിപൊളിയായിരുന്നു. കൂട്ടുകാരെ എങ്ങനെ ഉണ്ടായത്? ഇപ്പൊ ഞാൻ എങ്ങനെ എന്ത് മുഖത്ത് നോക്കി പറഞ്ഞ കുഴപ്പമില്ല. കവളത്ത് മറുകുണ്ടായിരുന്ന കൂട്ടുകാരി അടിപൊളി. മറ്റേ നെരന്ത് പോലും കൂട്ടുകാരി കൊള്ളിലാരാണത്? കൂട്ടുകാരി അടിപൊളിയായിരുന്നു കേട്ടാ. ഇപ്പൊ തന്നെ പച്ച തെറി അയക്കേണ്ടി വന്നാണ്. എന്താടി? സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? എന്നോട് സത്യം പറയണം. സത്യം പറ. ചേട്ടന് കല്യാണത്തിനും പോലെ പ്രേമുണ്ടായിരുന്ന? ഇതെല്ലാ ഭാര്യമാരും കല്യാണം കഴിഞ്ഞ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് പ്രേമുണ്ട്. അത് വേണ്ട ചോദിക്കേണ്ടത്. ചേട്ട പറയുന്നത് നമ്മൾ തമ്മിൽ ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല, അതാണ്. ഞാൻ എന്റെ മുഖത്ത് ഇത് എങ്ങനെ ഞാൻ ഇതിന്റെ പേരിൽ വഴക്കിടൂല. സത്യം വഴക്കിടൂലല്ലോ. ഇല്ല. അങ്ങനെ ഒരു പണി ചെയ്യാം. ഈ ഇരിക്കുന്ന ബക്കറ്റാണ് ഞാൻ. ഇതിലെ വെള്ളമാണ് എന്റെ കാമുകിമാര്. ഞാൻ എത്ര തുള്ളി വെള്ളം ഒഴിക്കുന്നു അത്രയും കാമുകിമാര് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. ഇത് നോക്കോ, ഇത് സിന്ധു, ഇത് ദീപ്തി, ഇത് ലക്ഷ്മി. 3 തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചു. 3 കാമുകിമാരെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇതേ ചോദ്യം ഞാൻ തിരിച്ച് അച്ഛനോട് ചോദിക്കട്ടെ, അച്ഛന് എത്ര കാമുകിമാരുണ്ടായിരുന്നു? ഞാനിപ്പോ കാണിച്ച പോലെ കാണിച്ചാൽ മതി. അതെന്തിനാണ്? അല്ല, കിണറ്റിലെ വെള്ളം പറ്റിക്കണം. അപ്പൊ നിനക്ക് അത്രയും കാമുകന്മാരുണ്ടായിരുന്ന? നീ എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നു, ചതിച്ചാണ്, വഞ്ചിക്കാണ് നീ. അയ്യടാ, നിങ്ങളല്ലേ പറ്റിച്ച? നിങ്ങൾ ബെഡിൽ വീണ കാര്യമൊക്കെ മറച്ചു വെച്ച് എന്റെ തലയിൽ നിങ്ങളെ കൊണ്ടു കെട്ടി വെച്ച് ഞങ്ങളുടെ കുടുംബക്കാരെ നിങ്ങളാണ് പറ്റിച്ചത്. കാമുകന്മാരുടെ കാര്യം പറയണ്ട, ഈ ബെഡിമുള്ളിന്നും വിളിക്കണ്ട കേട്ടാ. അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ഫ്രണ്ട് ആയിരിക്കണം, അമ്മയായിരിക്കണം. ഇന്ന് മുതൽ നീ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറണം, മനസ്സിലായ? എന്താണ് ഇങ്ങനെ കാണിക്കണത്? എന്റെ അമ്മച്ചേക്ക അങ്ങനെ പല്ലേച്ചില്ലെങ്കിൽ തല്ലി. അമ്മ വേണ്ടട്ടാ, ഫ്രണ്ട് മതി, ഫ്രണ്ട് മതി, ഫ്രണ്ട് മതി. അളിയാ ഹരി, 11 മണിയായി. നീ ഇപ്പൊ ഷെയറിട്ടോ, ഞാൻ പോയി സാധനം മേടിക്കും. ഉച്ച അടിച്ചിട്ട് മാറിക്കിടന്ന് ഉറങ്ങാം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റക്കടിക്കും, നിനക്ക് സാധനം തരൂല. ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഫ്രണ്ട് ആയിരിക്കണം. ഫ്രണ്ട് വേണ്ടട്ടാ, ഭാര്യയായിട്ട് ഇരുന്നാ മതി. അച്ചു, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ഞാൻ എങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞു, എന്റെ വാപത്തിട്ട് നീ ആൾ മിണ്ടാണ്ടിരിക്കുന്ന കാര്യം പറ. നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര സമയമല്ലേ ചേട്ടൻ എങ്ങനെ തോന്നി ചേട്ടാ ചോദിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒന്ന് കയറിയ പെണ്ണ കരയിപ്പിച്ചില്ല ഞാനിപ്പോ. അച്ചു, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണല്ലേ? അയ്യോ, അതുകൊണ്ടല്ല. ഇപ്പൊ തന്നെ ഈ കല്യാണം നടത്തിട്ട് എന്റെ 5 ലക്ഷം രൂപ കടത്തിലാണ്. എങ്ങനെ വന്നാലും 2-3 കൊല്ലം പിടിക്കുക കടം തീരാൻ. ആ ഒരു ക്യാപ്പില്ലെങ്കിൽ നേരത്തെ എനിക്ക് കിട്ടായിരുന്നു. അത് ശരി, അപ്പൊ വേറെ കെട്ടാൻ പറ്റാത്തതിന്റെ സങ്കടം കൊണ്ട് കാരണമാണത്. അതെ, നിന്റെ മൂത്ത ആങ്ങളല്ലേ പഞ്ചായത്ത് മെമ്പർ, അത് ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ BM ആണെന്നുള്ള കാര്യം അളിയന്റെ അടുത്ത് ഒരു കാരണവശാലും പറയരുത്. അയ്യോ, അല്ലെങ്കിൽ തന്നെ പറയാൻ പറ്റിയ കാര്യമുള്ളത് പറയരുത്, അതുകൊണ്ടാണ് പറഞ്ഞേട്ടാ. അത് തന്നെ ആ വന്ന 209 തെങ്ങും തൈ സുജാതയുടെ വീട്ടിൽ പോയി. 250 കോഴിക്കുഞ്ഞും സുജാതയുടെ വീട്ടിൽ പോയി. 2 കോഴിക്കൂടല്ലേ, അതും കൂടെ സുജാതയുടെ വീട്ടിൽ പോയി. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെല്ലാം സുജാതയുടെ വീട്ടിൽ വെക്കാനുള്ള പറഞ്ഞത്? ഏതാണ് സുജാത? എന്റെ ചേട്ടത്തിയമ്മ, ചേട്ടന്റെ ഭാര്യ. അപ്പൊ നിങ്ങളുടെ വീടാണ് നാട്ടിലെ പഞ്ചായത്തല്ലേ? ആ സാധനം മാത്രം വീട്ടിൽ കയറ്റരുത്. പഠനോപകരണം അത് അറിയാവുന്നവർക്ക് കൊല്ലം കൊണ്ട് കൊടുക്കുക. അതിനകത്ത് ഒരുത്തനെ എഴുത്തുമാനെ അറിയത്തില്ല സുജാതയുടെ വീട്ടില്. ശരി, ശരി. പെങ്ങളെ, ഇതകത്തോട്ട് പോയി. എന്ത് കാര്യത്തിന് ചേട്ടാ കൈ കാശില്ലാത്ത സമയത്ത് ഇതൊക്കെ മേടിച്ചോണ്ട് വന്ന്? ആര് മേടിച്ചോണ്ട് വന്നു? പിന്നെ പലഹാരം മേടിച്ചില്ലേ? പലഹാരമല്ലെന്ന്, ഇത് നിന്റെ നാത്തു തന്നു വിട്ട. ഇത് കല്യാണം കഴിഞ്ഞ വീടല്ലേ, അപ്പൊ പോകുമ്പോ ഇത് ഫില്ല് ചെയ്ത് തന്നു വിടാൻ പറ്റായിരുന്നു. അവള് എട്ടത്തില്ല വീട്ടിൽ, അറിയാലോ. കല്യാണം കഴിഞ്ഞിട്ട് എന്തുണ്ട്? എന്റെ ചേട്ടാ, ബാക്കി വന്ന പായസോ സകല സാധനങ്ങൾ നാട്ടുകാർ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി. പിന്നെ ഇപ്പൊ ഈ സമയത്ത് കയറുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആരവിടെ എന്തെടുത്തിട്ട് തരാനാണ്? നിന്റെ തർക്കുത്തരം ഇതുവരെ തീർന്നില്ലല്ലേ? ഇതുപോലെ ആളിയെന്റെ അടുത്ത് നീ പറയുന്നത്.
ഒന്നും തോന്നരുത്. ഇല്ല. പെങ്ങളുടെ സ്വഭാവം എങ്ങനെയുണ്ട്? ഓ ഇതുപോലൊരു അടക്കം, എന്തൊരു അടക്കം ഒതുക്കാന്ന് അറിയാമോ? കമാന്നൊരു അക്ഷരം മിണ്ടല്ല. ഇനിയിപ്പോ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ഈ റൂം വിട്ടത് പുറത്തു പോകല. അതുപോലെ ഒരു പെണ്ണ്. അതുപോലെയാണ് ഞങ്ങൾ അവിടെ വളർത്തിയത്. ഞാൻ പറഞ്ഞാൽ കേൾക്കും, പക്ഷെ അനുസരിക്കുകയല്ല. ഒരു ഉപദേശമാണെന്ന് കരുതരുത്. പറഞ്ഞോളിയാ. അല്ലെ ഈ കല്യാണം കഴിച്ച പെണ്ണും നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന ഗ്യാസ് ഊറ്റി ഒരു പോരാ. ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ അളിയാ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടല്ലോ. ഞാൻ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാനും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. അല്ല, പല ആൾക്കാരുടെയും പേര് എനിക്ക് ഇപ്പോഴും എന്റെ മെമ്മറി നിൽക്കണില്ലേ. അളിയന്റെ പേര് പോലും ഞാൻ മറന്നുപോയി. എന്താണ് അളിയന്റെ പേര്? അനിയൻകുട്ടി. ഇനി ഞാൻ മറക്കല. അനിയൻകുട്ടി. അളിയനെങ്ങനുണ്ട്? ഒന്നും പറയണ്ട ചേട്ടാ, ശരിക്കും കാര്യമായിട്ടല്ലേ കൊച്ചു പിള്ളേരുടെ സ്വഭാവം. ഇന്ന് തന്നെ ഇപ്പൊ രാവിലെ ബെഡില് രാവിലെ നേരം വെളുത്ത് ബാക്കി പറ. നേരം വെളുത്തിട്ട് ഇവിടെ ബ്രെഡും ജാമും ഇരുന്നാണ് പറഞ്ഞത്. നല്ല ഭക്ഷണമല്ലേ അത്? ഞാനും വീട്ടിലും അതുപോലെ തന്നെ ഓംലേറ്റും ബ്രെഡും. ഓംലെറ്റാ ഇങ്ങനെ വറക്കുന്നില്ലേ മുട്ട? അത് ഓംലെറ്റ്. അതെ, മാമ വന്നിട്ട് പോയായിരുന്നാ? മാമന്റെ കാര്യം മാത്രം എന്റെ മിണ്ടരുത്. അയാൾ മൂക്കോട്ട കയറി നിന്നിട്ട് അയാൾ അവിടെ കിടന്ന കുശുമ്പും കുന്നാമയും ഒക്കെ പറഞ്ഞോണ്ടിരിക്കുക. അയാൾ നമ്മുടെ വീട്ടുകാരോട് കാണിച്ച ആവണക്കണ്ണയില്ലേടി? ഗണപതി ഭഗവാനെ ഒരു പാട്ടിനോട് കാണിക്കുന്ന അവഗണന കണ്ടേ? ആ അവഗണന അത് മാമൻ കാണിച്ചു. അളിയ ഒരു കാര്യം ആലോചിക്കണം. ആ മാമൻ ആലോചിക്കേണ്ടത് ഞാൻ ആ പഞ്ചായത്തിൽ ഒരു ജമ്പറല്ലേ? ഇതുപോലൊരു മെമ്പർ നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെ വന്നടി? അതാ പറഞ്ഞ സാധനം. അതെ, നിങ്ങളോട് രണ്ടുപേരോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഇത്രയും നാളായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കൊരു അസുഖമുണ്ട്. അതായത് രാത്രി ഉറക്കത്തിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. അതൊരു അസുഖമല്ല, പിന്നെ അതിന്റെ പേരാണ് ഒരു തരം തരിപ്പ്. അത് മാറാനുള്ള കിടുക്ക സാധനം എന്റെ ഉണ്ട്. പുളിവടി വെട്ടിയിട്ട് ചൂടാക്കി മുതുകിന് അറഞ്ചാൻ പുറച്ചാൻ തന്നാ ഈ തരിപ്പങ്ങ് മാറും. കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയപ്പോഴും ഫോൺ കിടന്ന് തരിക്കുന്നുണ്ടല്ലോ. എന്താണത്? എന്റെ പൊന്നെ, തരിപ്പ് ഓർമ്മ വന്നാ. എന്തേ വെളിച്ചപ്പാട് തുള്ളിപ്പോയാ? അമ്പലത്തിൽ നിന്ന് വെളിച്ചപ്പാട് തുള്ളിപ്പോയെന്ന്. വെളിച്ചപ്പാട് പിന്നെ ഇഴഞ്ഞു പോവല്ലോ. വെളിച്ചായപ്പോ മുള്ളിപ്പോന്ന് ഞാൻ കേട്ടു. ഒരു കാര്യം ചെയ്യും, ആ കുട്ടികൾ കിടന്ന് മുള്ളുമ്പോഴേ നനയാത്ത ബെഡ് ഉണ്ടല്ലോ 250 അത് സുജാതയുടെ വീട്ടിലെടുത്ത് വെച്ചേ. ശരി ചേട്ടാ, ചേട്ടൻ ഇപ്പൊ പറഞ്ഞ ബെഡില്ലേ അത് 5-6 എനിക്ക് തരും. നിനക്കെന്തിനാ അത്? എനിക്കിവിടെ വേണം, അത്യാവശ്യം. എടി നിനക്ക് കുട്ടികളായില്ലല്ലോ. എനിക്ക് നാളെ കുട്ടികളാവില്ലേ? നേരത്തെ അങ്ങനത്തെ ഒരു 5-6 കൊടുത്തേക്ക്, ഇവിടെ ആവശ്യമുണ്ട്. എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ കൊടുത്തേക്കാം. അല്ല, ചേട്ടൻ എന്താ വന്നേന്ന് പറഞ്ഞില്ല? നമ്മൾ ഇന്ന് മറ്റേ ആലപ്പുഴ മാമന്റെ വീട്ടിൽ പോണ്ടേ വിരുന്നിന്. ഏത് മാമന്റെ? ചിത്തമാമൻ. എടി പോവാണെങ്കിൽ ഏതെങ്കിലും നല്ല മാമന്റെ വീട്ടിൽ പോകും. എന്തിനാ ചീത്ത മാമന്റെ വീട്ടിൽ പോകുന്നത്? ചീത്തമാമൻ അല്ലെന്ന്, ചിത്തമാമൻ, ചിത്തരഞ്ജൻ ആലപ്പുഴ പുള്ളിയുടെ വീട്ടിലാണ് പോകുന്നത്. പിന്നെ മാമൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 3 പേരും കൂടെ അവിടെ ചെല്ലണം, ഭക്ഷണം കഴിക്കണം. അന്ന് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് നാളെ പോവാം. അത് മതി. മാമന്റെ വീട്ടിൽ പോണൊക്കെ കൊള്ളാം, ഭക്ഷണം കഴിക്കണേ ഓക്കെ, പക്ഷെ അവിടെ കിടക്കാൻ പറ്റൂല. കിടക്കാൻ പറ്റില്ല, പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ അളിയൻ പറഞ്ഞത് വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കണ്ട. അതൊന്നുമല്ല, അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ. നീ പറയടി, എന്താ പ്രശ്നം? ആര് പറഞ്ഞു? നിന്റെ കണ്ടറിയാം. എടി, എനിക്ക് നിന്നെ കൊച്ചിലോട്ട് അറിയാം. എന്തൊരു മാറ്റം വന്നാൽ എനിക്ക് അറിയാൻ പറ്റും. നീ കാര്യം പറ. ഒന്നും വന്ന ചേട്ടാ, നീ കാര്യം പറയടി. ഹലോ, സുജാതയുടെ വീട്ടിൽ ഇപ്പൊ ഇറക്കി വെച്ച ബെഡില്ലേ കിടന്ന് മുള്ളുമ്പം തന്നെയാത്ത? അത് അളിയന്റെ വീട്ടിൽ അടുക്കി 250. എന്തു വളിയത്? ഒന്നത്തെങ്ങ് പോലെ വളർന്നല്ലോ അളിയാ. എന്നിട്ടും സ്ഥിരമുണ്ടോ ഇത്? ശനി ഞായറും ഇല്ല. ശനി ഞായർ അവധി എടുക്കാൻ ഇതെന്താ സർക്കാർ ജീവനാണോ ഇപ്പെടുക്കും? അങ്ങനല്ലെന്നേ. പിന്നെ ഞാൻ എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോണ്ടല്ലോ ഈ മഴയാണ് സ്വപ്നം കാണുന്നത്. ഈ മഴ സ്വപ്നം കണ്ട് അറിയാണ്ട് ചറപറാന്ന് പറഞ്ഞ പോകുന്നേ. അളിയൻ ഈ മഴ ചറപറാന്ന് സ്വപ്നം കണ്ട് പോകുന്നോണ്ടാ പോകുന്നത്. ഞാൻ കാണുന്ന കണക്ക് ചെടി നനക്കുന്ന കണക്ക് കാണും, നൂൽവണ്ണത്തിലേ പോകും. ശനി ഞായറും എല്ലാ ദിവസവും ഡെയിലി. അപ്പൊ എന്റെ അളിയനും എന്നെ പോലെ BM ആണ്. അളിയാ വന്നത് വന്ന്, നിന്നത് നിന്ന്, പോയത് പോട്ടളിയാ. ദീപ്തി, വെൽക്കം കേട്ടോ. നമ്മുടെ കുടുംബമാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ദീപ്തിക്ക് ഒരു നല്ല കൈയടി.
നസീർക്ക? ദീപ്തി, ഷജീർ, ചിത്തൻ നന്നായിരുന്നു കേട്ടോ, രസമുണ്ടായിരുന്നു. സംഭവം പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് ആക്കിയെങ്കിലും നിങ്ങൾ ആ തിരഞ്ഞെടുത്ത കുപ്പി കൊള്ളാം. ഒരു രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ, നമുക്ക് ബോറടിക്കില്ല. ദീപ്തി നല്ല രസമുണ്ട് കേട്ടോ. ദീപ്തി, ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. നമ്മൾ കുറച്ച് സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുമ്പോൾ ഒന്ന് ലെജിബിൾ ആക്കിയാൽ മതി. പതറിച്ച് വന്നിട്ടുണ്ട്, അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ദീപ്തി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ, സ്കിറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊക്കെ അറിയാം. നമ്മുടെ ഈ വേദിയിൽ ഫസ്റ്റ് ആയതുകൊണ്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവർ രണ്ടുപേരും നമ്മുടെ സ്ഥിര ആർട്ടിസ്റ്റുകളല്ലേ ഇവിടുത്തെ, അവരെ നമുക്കറിയാവുന്നതുകൊണ്ട് പിന്നെ അവരെക്കുറിച്ചൊന്നും പറയണ്ട. ഇത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. കുറച്ചുകൂടെയൊക്കെ തമാശകളുണ്ടായിരുന്ന രസമായനെ, പക്ഷെ ഉള്ളത് വൃത്തിയായിട്ട് നിങ്ങൾ അവിടെ എവിടെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ബോറടിക്കാതെ കാണാനായിട്ടുള്ള ഒരു സ്കിറ്റാണിത്. അപ്പം അടുത്ത പ്രാവശ്യം നന്നാക്കുക, നല്ല കൗണ്ടറുമായിട്ട് വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷജീറെ, ദീപ്തി, ചിത്ത നല്ല വൃത്തിയായിട്ട് കളിച്ചു കേട്ടോ. ഉള്ള സംഭവം നല്ല നീറ്റായിട്ട് നിങ്ങളോട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ 3 പേര് മത്സരിച്ച് കളിച്ചു. ആരാണ് മുമ്പിൽ എന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് മാർക്ക് ദീപ്തിക്ക് കൊടുക്കും. ദീപ്തി അസലായിരുന്നു കേട്ടോ. ഒരുപാട് സ്കിറ്റുകൾ ദീപ്തിയുടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ദീപ്തിയുടെ ഒരു അറമാദിച്ച പരിപാടിയായിരുന്നു. കാര്യം അതിനകത്ത് ഷജീറുമായിട്ടുള്ള കോമ്പിനേഷൻ പറയുന്നുണ്ട്. വൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മകനായിട്ട് കാണണം, ഫ്രണ്ടായിട്ട് കാണണം. ആ ചേഞ്ച് അടിപൊളിയായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. പിന്നെ എനിക്കൊരു ഇത് സജഷൻ എന്ന് പറഞ്ഞാൽ ചിത്തനിച്ചുള്ള നേരത്തെ എൻട്രി ചെയ്യാമായിരുന്നു. ചിത്തൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ചെറിയ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ആണ് ചിത്തൻ കയറി. ഇച്ചിരിയുടെ മുമ്പിൽ കയറിയിരുന്ന ആ പ്ലേ നന്നായിരുന്നു. പിന്നെ ചിത്തൻ്റെ ആ ഫോൺ എടുത്തുള്ള സാധനങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ചിത്തൻ ഏത് ക്യാരക്ടർ ചെയ്താലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്, അതൊരു മെയിൻ പരിപാടിയാണ്. അത് നല്ല രസമുണ്ട്. അത് നിങ്ങളെ 3 പേരുള്ള കോമ്പിനേഷൻ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ള സ്കിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ പോരായ്മകളുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ മാർക്ക് കുറയുന്നത്. എന്തായാലും അടുത്തത് പൊളിക്കുക. ഓൾ ദി ബെസ്റ്റ്. 3 മാർക്ക്. താങ്ക് യു ചേട്ടാ. ചേട്ടാ, നല്ല സ്കിറ്റായിരുന്നു, നന്നായിരുന്നു. ദീപ്തി, നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം മോളെ. ഞാൻ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് ദീപ്തി. കാരണം ദീപ്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറലാണ്. ദീപ്തി എങ്ങനെയാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെയാണ് വരിക, അതുപോലെ വന്നിട്ടാണ് സ്കിറ്റിൽ. എന്താണ് ഒരു സ്ട്രെയിൻ എടുക്കുന്ന പോലെ നമുക്ക് തോന്നാറില്ല. വളരെ ഈസി ആയിട്ടാണ് ഓരോ ക്യാരക്ടറും ചെയ്യുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ഈ കുടുംബത്തിലോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് പെർഫോമൻസിൽ നസീർക്ക പറഞ്ഞതിനോട് എനിക്കൊരു യോജിപ്പുണ്ട്. എനിക്ക് തോന്നുന്നതിൻ്റെ കാരണം ഷജീർ തുടങ്ങിയത് വളരെ ഹൈ പിച്ചിലായതുകൊണ്ട് ദീപ്തി അത് പിടിക്കാൻ വേണ്ടി നോക്കിയതാണെന്ന് തോന്നുന്നു. പലപ്പോഴും ഒരു ചില ഡയലോഗ്സ് നമുക്ക് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല, മനസ്സിലായില്ല. പ്രത്യേകിച്ച് ആ ഒരു കൊച്ചി സ്ലാങ് കൂടെ ആയതുകൊണ്ട് ചിലപ്പം എല്ലാവർക്കും ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബാക്കി ഒരു കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. സ്കിറ്റും നന്നായിരുന്നു. പിന്നെ ചിത്തൻ, എന്താണ് ചിത്തന് എത്ര വർഷമായി ഇപ്പം ശരിക്കും ഫീൽഡിൽ? 25 വർഷം കഴിഞ്ഞു. 25 വർഷമായി. ഒരുപാട് ആരാധകരും കാര്യങ്ങളൊക്കെ ഇല്ലേ? ചിത്രം എന്തോ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ സ്വന്തം പേരെടുത്ത് ഐറ്റത്തിലിടുന്നു, ചിത്രരാജ്, അത് ആലപ്പി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ അങ്ങനെ. ചിത്ത, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ചിത്തൻ. അതിനകത്ത് യാതൊരു സംശയമില്ല. ചിത്തന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് നമ്മളിപ്പം ഈ പറയുന്ന പോലെ എല്ലാവരുടെ കുടുംബങ്ങളൊക്കെ അടുത്തറിയാനുള്ള വീട്ടില് വൈഫ് താമര എന്നാണ് പേര്. താമര. ഓ, അടിപൊളിയാണ്. പിന്നെ അമ്മയുണ്ട്. ഞങ്ങൾ 3 പേരാണ് ഇപ്പൊ കുടുംബത്തിലുള്ളത്. ഓക്കെ. കുട്ടികളില്ല. ഓക്കെ. ആലപ്പുഴയിൽ എവിടെയാണ് ചിത്തൻ കറക്റ്റ്? ആലപ്പുഴ ബീച്ചിൽ തന്നെയാണ്. ദീപ്തി, മോളെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ? എന്റെ വീട്ടില് ഭർത്താവും 2 മക്കളും. 2 പേര് പ്രതീഷ്, ഡാൻസ് മാസ്റ്റർ. എനിക്കറിയാം പ്രതീഷിനെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. മോന്റെ പേര് അർജുൻ കൃഷ്ണ, 10ാം ക്ലാസ്സിൽ പഠിക്കണ്. അത്ര വലുതായി. രണ്ടാമത്തെ ആള് ആദിത്യ ലക്ഷ്മി, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ? അച്ഛനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും പ്രത്യേക അന്വേഷണം പറയണം. ഷജീറേ, പറ, ഒന്ന് അറിയട്ടെ, നമ്മുടെ പ്രേക്ഷകരും ഒക്കെ ഒന്ന് അറിയട്ടെ. ഭാര്യ, 2 മക്കൾ, ഒരാൾ 1ൽ പഠിക്കുന്നു, ഒരാൾ LKG പഠിക്കുന്നു. ഭാര്യയുടെ പേരെന്താണ്? ഫിഫിന. അത് ഞാൻ പറയാറില്ല, പല്ലിന് വിടവുകളുണ്ട് ഭയങ്കര. അതുകൊണ്ട് പിപ്പു എന്ന് വിളിക്കും. പിന്നെ മോന്റെ പേര് സൈഹാൻ, രണ്ടാമത്തെ ആൾ ആദം. കൊടുങ്ങല്ലൂര്. ഷജീർ പറഞ്ഞ പോലെ നമുക്ക് വർഷങ്ങൾ മുമ്പ് അറിയാവുന്നതാണ്. സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയ ആളാണ് നമ്മുടെ പാഷാണം ഷാജിയുടെ കൂടെ അന്ന് മുതലുള്ള പരിചയമാണ്. ഷജീർ വേറെ പുതിയ പല പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ പുറകെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ദീപ്തിയും കൂടെ വന്നതിൽ. ഒരുപാട് സന്തോഷം. സ്കിറ്റ് ഈ പറഞ്ഞതുപോലെ ക്ലൈമാക്സ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു തോന്നി. കാര്യം നമ്മൾ എവിടെയൊക്കെയോ ഒന്ന് പ്രതീക്ഷിച്ച പോലത്തെ ഒരു ക്ലൈമാക്സിലോട്ടൊക്കെ വന്നു. അപ്പം നെക്സ്റ്റ് ടൈം ആ കുറവുകളൊക്കെ മാറ്റി ഗംഭീര സ്കിറ്റുകളുമായിട്ട് ഇപ്പോൾ ഒരു ഉഗ്രനാളും കൂടെ നിങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പം അടിപൊളി സ്കിറ്റുമായിട്ട് ഒരുപാട് പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത തവണ വരാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. അപ്പോൾ ഈ സ്കിറ്റിന്റെ മാർക്സ് വാങ്ങിക്കാം. പ്രജിതേട്ടാ? ഞാൻ ഒരു 12 മാർക്ക്. 12,000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനൊരു 11,000 രൂപ കൊടുക്കും. 12. അപ്പോൾ
ടോട്ടൽ 23,000 രൂപ ആയിട്ടുണ്ട്. സിർക്ക ഞാൻ അങ്ങോട്ടിട്ട് കുറച്ചധികം ബെഡ് വാങ്ങിക്കണം. ദാണ്ട് കിടക്കുന്നു. 40,000 രൂപ. അടിപൊളി. അപ്പൊ ഉഷാറായിട്ട് ഇതേപോലെ അടിപൊളി കോണ്ടന്റുമായിട്ട് വരൂ. അപ്പൊ ഒരിക്കൽ കൂടെ സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇന്നത്തെ സമയം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമായി. ഒരുപാട് ചിരിച്ചു, ഒരുപാട് സന്തോഷിച്ചു, ഹാപ്പിയായി. മരുത് റോഡ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മസേനയിലെ എല്ലാവർക്കും നമ്മളൊരു നല്ല കൈ കൊടുക്കണം. കാര്യം ഈ എപ്പിസോഡിൽ അവർ നല്ല ഉഷാറായിട്ടിരുന്നു. കുറച്ചുപേര് ഇവിടെ ഇരുന്നു, കുറച്ചുപേര് ആ മൂലക്കിരുന്ന് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഈ സപ്പോർട്ടും ഈ കൈഡിയും അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾക്ക് വേണം. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് ഓക്കെ. ഒരുപാട് ചിരിക്കാനായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.